ഒരു കൊച്ചും കൂടെ ഉണ്ടാക്കിയ നല്ല കാര്യം. ഉണ്ണി വന്നോ നോക്കിയ. തമ്പുരാനെ, ഈ ആഴ്ച വീണ്ടും നിന്റെ സന്നിധിയിലെത്താൻ തന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച ഇന്ന് ഞങ്ങൾ വീണ്ടും നിന്റെ സന്നിധിയിലിരിക്കുന്നത് വരെയുള്ള ഓരോ നിമിഷങ്ങളിലും നീ ഞങ്ങൾക്കായി ചൊരിഞ്ഞ അനേകം കൃപകൾ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. എത്രയോ വലിയ അപകടങ്ങളിൽ നിന്ന്, അപകടം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പെട്ടെന്ന് അപകടം എന്ന് പറയുമ്പോൾ ആക്സിഡൻസ് എന്നുള്ള ചിന്തയാണ് ഞങ്ങൾക്ക് വരുന്നത്. അങ്ങനെയുള്ള അപകടമല്ല. ഞങ്ങൾ എത്രയോ മാരക പാപങ്ങളിൽ വീഴാമായിരുന്നു. എത്രയോ തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ നഷ്ടപ്പെടാമായിരുന്നു. എത്ര തവണ ഒരുപക്ഷെ പരിപൂർണമായും വിശ്വാസം നഷ്ടപ്പെടാമായിരുന്നു. അവയെല്ലാം ഒരുപക്ഷെ വരേണ്ട രീതിയിൽ തന്നെ വന്നാൽ ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞതുകൊണ്ട് നിൻ്റെ കൃപയുടെ വലതുകരം കൊണ്ട് നീ ഞങ്ങളെ മറച്ചു പിടിക്കുകയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര എതിർപ്പുകളെ, പ്രതിസന്ധികളെ താങ്ങാനാവുമോ അത് മാത്രം ഞങ്ങളിലേക്ക് അരിച്ചിറക്കുകയും ചെയ്ത ആ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു തമ്പുരാനെ. അതിനോടിടയിൽ ഞങ്ങൾക്ക് പ്രതിരോധിച്ച് നിൽക്കാമായിരുന്നിട്ടും സാധിക്കാതെ പോയ വീഴ്ചകൾക്ക് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. എങ്കിലും നിൻ്റെ കരുണ ഞങ്ങളെ വീണ്ടും അണച്ചു പിടിക്കുന്നതിനെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. എല്ലാറ്റിലും ഉപരിയായി ജോണിച്ചായനെ ഞങ്ങൾക്കായി തന്നതിനെ ഓർത്ത്, മഹാകാര്യങ്ങൾ പഠിപ്പിക്കാൻ നീ ഉപയോഗിക്കുന്നതിനെ ഓർത്ത്, അവ പഠിക്കാനുള്ള അറിവും ബോധ്യവും ജ്ഞാനവും വിവേകവും ഒക്കെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് താങ്ക് യു ലോർഡ്. ജോണിച്ചായൻ നിന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ മുതൽ കഴിയുന്നതുവരെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന്, ആത്മാവ് തന്നെ സംസാരിക്കുന്നതിന്, നീ എന്താണോ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ അണുവിട പോലും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ സകല കൃപകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരുടെയും മധ്യസ്ഥം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കാവൽ മാലാഖമാരുടെ മധ്യസ്ഥം, പ്രത്യേകിച്ച് ജോണിച്ചായൻ്റെ കാവൽ മാലാഖയുടെ മധ്യസ്ഥം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയുടെ കാവൽ മാലാഖയുടെ മധ്യസ്ഥം ഞങ്ങൾ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളോട് ഓരോരുത്തരുടെയും ഒപ്പം ആയിരിക്കണമേ. ഇവിടെ ഇന്ന് ഈ കൂട്ടായ്മയിൽ ചേരുന്ന എല്ലാ കുടുംബങ്ങളിലും അമ്മയായിരിക്കണമേ. പെന്തക്കുസ്ത വരെ അവരെ പഠിപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ പെന്തക്കുസ്ത വരുന്നത് വരെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ച ഒരുവനെയും അങ്ങ് ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങയുടെ ദയാധിക്യത്തെ കാത്തുകൊണ്ടങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയുള്ളവളായി കേട്ടുള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സെക്കൻഡ് ജോണിച്ചായ, പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോണിച്ചായനൊഴികെ ബാക്കി എല്ലാ മൈക്കുകളും ഓഫാക്കും. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ QA സെഷൻ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ചാറ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് കഴിയുന്നതും QA സെഷനിൽ തന്നെ ചോദിക്കുന്നതിന് കുഴപ്പമായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും കവർ ചെയ്ത് പോകേണ്ട ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യുകയോ എനിക്ക് മെസ്സേജ് അയക്കുകയോ ഹാൻഡ് റേസ് ചെയ്യുകയോ ചെയ്താൽ മതി. നമുക്ക് ആ സമയത്ത് ഡീൽ ചെയ്യാൻ കുഴപ്പമില്ല. വീഡിയോയിൽ നിങ്ങൾ വരികയൊക്കെ ചെയ്താൽ ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ജോണിച്ചാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ്സും നമ്മളെടുത്ത് മാറ്റി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണാക്കും. അപ്പോൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോണിച്ചായ, താങ്ക് യു. നമ്മള് എല്ലാവർക്കും ഈശോ മിശിഹായുടെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മളിന്ന് മറ്റൊരു മേഖലയിലേക്ക് കയറി പോവുകയാണ്. വെർബും ദോമിനി തന്നെ അല്ലെന്ന് ചോദിച്ചാൽ അതേ വെർബും ദോമിനി തന്നെ നമ്മൾ എടുക്കുന്നത്. ഇത്രയും നാളും നമ്മൾ പഠിച്ച 1 മുതൽ 49 വരെ ഖണ്ഡികകളിൽ ഒരു പൊതു പ്രത്യേകതയുണ്ടായിരുന്നു. വെർബും ദോമിനിയുടെ 49 വരെയുള്ള ഖണ്ഡികകളിലുള്ള പ്രത്യേകത അത് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച രേഖകളുടെ ഒരു തുടർച്ചയും കൂടിയായിരുന്നു. തുടർച്ചയും കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ഓർമ്മിക്കണം. പരമപരിപാലകനായ ദൈവം പ്രൊവിഡൻസിമോസ് ദൈവസിൽ ആരംഭിച്ചു. ദിവിനോ അഫ്ലാന്തെ സ്പിരിറ്റുവിലൂടെ, വെർബും ദൈയിലൂടെ
യാത്ര ചെയ്ത് നമ്മൾ ദൈവഭൂമിയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ വെർബുന്തോമിനിയിലെത്തി. ബൈബിളിന്റെ വ്യാഖ്യാനം എന്നൊരു മുഖ്യധാരയിലൂന്നിയ പഠനങ്ങളായിരുന്നു ഇതെല്ലാം. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും പ്രധാനമായി അത് ഊന്നിയിരുന്ന ഒരു പോയിന്റ് ബൈബിളിന്റെ വ്യാഖ്യാനം സഭയിൽ എന്നതായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ദൈവവചനം എന്ന ദൈവത്തിന്റെ വചനം എന്ന ആ ഒരു ഭാഗം 49 ഖണ്ഡിക കൊണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ 89 വരെ, 50 മുതൽ 89 വരെയുള്ള 39 എണ്ണം, അല്ല 40 എണ്ണം, ഇത് വചനം സഭയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ വിരചിച്ചിട്ടുള്ളത്. 3 ഭാഗങ്ങളാണുള്ളത്. മൂന്നാമത്തെ ഭാഗം എക്ലേസിയ ഇൻ മുന്തോ, സഭ വചനം ലോകത്തിൽ എന്നതാണ്. രണ്ടാമത്തെ ഭാഗമായ വചനം സഭയിൽ എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോ സംഗതിയിലേക്ക് വരാൻ വേണ്ടി ഒരു ഐസ് ബ്രേക്കിംഗ് എന്നുള്ള മാതിരി ഞാനൊരു കാര്യം പറയാം. ഇനിയാണ് നിങ്ങൾ കത്തോലിക്ക സഭ എന്താണ്, അതിന്റെ അനന്യത എന്താണ് എന്ന് ഇതിനു മുമ്പ് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല, യഥാർത്ഥമായും ബോധ്യപ്പെടാൻ പോകുന്നത്. നമ്മൾ ഈ പെന്തക്കോസ്ത് സഭയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പൊതു കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഒക്കെ നമ്മൾ പറയും കത്തോലിക്ക സഭയുടെ പൂർണ്ണതയില്ല എന്നൊക്കെ പറയും. അത് ശരിയുമാണ്. അത് ശരിയാണെങ്കിൽ പോലും നമ്മൾ ചില ബാഹ്യ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് ശരിയല്ല, അവരത്ര പൂർണ്ണതയിലല്ല എന്നൊക്കെ പറയുന്നത്. മാതാവിനെ അവർ ബഹുമാനിക്കുന്നില്ല, അല്ല മാതാവിനെ വണക്കം കൊടുക്കുന്നില്ല, വിശുദ്ധരോടുള്ള ഐക്യമില്ല. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുക, എന്താണ് യഥാർത്ഥത്തിലുള്ള വ്യത്യാസം എന്നുള്ളത്. അത് ആചാരപരമോ അനുഷ്ഠാനപരമോ പൗരോഹിത്യപരമോ ഒന്നുമല്ല, അത് സത്താപരമാണ്. പണ്ടത്തെ ഒരു കുസൃതിക്കഥ ഓർക്കുക. പണ്ടൊരു വല്യമ്മ വളർത്തുന്ന ഒരു ചെറുക്കൻ, ഒരു 4-5 വയസ്സുണ്ടാവില്ല, അവൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയാ പറഞ്ഞു, ഇന്ന് ഞങ്ങളെ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോയി, തലങ്ങും വിലങ്ങും ചാട്ടമായിരുന്നു, എന്ത് രസമായിരുന്നു എന്നറിയാവോ. വല്യമ്മക്ക് അടുത്ത സദാചാരവാദിയാ. ചോദിച്ചു, പെൺപിള്ളേരും ഉണ്ടോടാ കൂടെ? അതെങ്ങനെ അറിയുന്നേ? യൂണിഫോം അഴിച്ചിട്ടല്ലേ ഞങ്ങള് പിന്നെ നീന്താൻ പോകുന്നത്. യൂണിഫോമിലാണ് അവൻ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിഞ്ഞത്. യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് അതല്ല എന്നവൻ അറിയില്ല. പലപ്പോഴും നമ്മൾ യൂണിഫോം നോക്കിയിട്ടാണ് സത്യസഭ ഏതാണെന്നുള്ളത് നോക്കുന്നത്. അടിസ്ഥാനപരമായ വ്യത്യാസമുള്ള ഘടകങ്ങളിലേക്ക് നമ്മൾ ഇന്ന് തൊട്ട് കടക്കുകയാണ്. ഇവിടെ മുഴുവൻ ഒരു ബെനഡിക്റ്റൈൻ ചർച്ച് ഉണ്ട്. ഭാഗ്യവശാൽ ഇന്ന് ബെനഡിക്തോസ് പുണ്യവാളന്റെ തിരുനാളാണ് എന്നുള്ളത് ഓർമ്മിക്കുമല്ലോ. അദ്ദേഹത്തിൽ നിന്നാണ് ബെനഡിക്റ്റ് പാപ്പ അത് സ്വീകരിച്ചത് എന്ന് ന്യായമായിട്ട് നമുക്ക് കരുതാം. ക്രിസ്തീയ സംന്യാസത്തിന്റെ ആധാരശിലകളിൽ ഒന്നാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെയും കൂടി സഹായം നമുക്ക് ഇത്തരുണത്തിൽ തേടാം. തീർച്ചയായിട്ടും നമ്മൾ അതൊരു പ്രാർത്ഥനയായിട്ട് തന്നെ ഈ വാക്ക് കണക്കിലെടുക്കാം. നമ്മൾ ആരംഭിക്കുകയാണ്. 2 ഖണ്ഡികകളിൽ 50ഉം 51ഉം ഖണ്ഡികകളിലൂടെ വചനവും സഭയും തമ്മിലുള്ള ആ ബന്ധത്തെ അദ്ദേഹം സരളമായി ഒന്ന് പറഞ്ഞു വെക്കുന്നു. അത് ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. വചനം എന്തിനാണ് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്, അഥവാ വചനത്തിന്റെ ആ ഒരു ഉണ്മ സാംഗത്യം എവിടെയാണ് പ്രകടമായത്. ഉടനെ നമ്മൾ പറയും വചനം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടിയില്ലെങ്കിൽ പിന്നെ സാംഗത്യമില്ലല്ലോ. സൃഷ്ടിയാണ് വചനത്തെ വചനമായി നമ്മെ കൊണ്ട് അനുഭവവേദ്യമാക്കുന്നത്. അപ്പോ വചനത്താലാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത്. അത് നമുക്ക് ആർക്കും തർക്കം ഉണ്ടാകുകയില്ല. ആദ്യത്തെ ഉണ്ടാകട്ടെ എന്ന വാക്ക് മാത്രമല്ല, ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ പ്രത്യേകമായ വചനം നിമിത്തമാണെന്നുള്ളത് ഈ ഒരു
ഇത്രയും പഠിച്ച നിങ്ങൾക്ക് അത് ഒരു ദഹനക്കേടും ഇല്ലാതെ അത് മനസ്സിലാകും. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പ്രത്യേക തീരുമാനങ്ങൾ ഉണ്ടല്ലോ ദൈവത്തിന്. അപ്പോ വചനം മുഖേനയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും ഒന്ന് തന്നെയാണ്. മനുഷ്യകുലത്തെ പ്രപഞ്ചത്തെ ഒക്കെ അവിടുന്ന് വചനം മുഖേന സൃഷ്ടിച്ചു. അതിലെ ഓരോന്നിനെയും ദൈവം വചനം മുഖേന സൃഷ്ടിച്ചു. ഇത് നമുക്കറിയാവുന്ന കാര്യം. ഈ വചനത്തിലേക്ക് വരാനാണ്, വചന സന്നിധിയിലേക്ക് വരാനാണ്, വചനമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇഴപിരിയാത്ത വിധം ബന്ധമുണ്ടാക്കാനാണ് ദൈവം മനുഷ്യനെ വിളിച്ചതും അവന്റെ ദൗത്യമായി അവിടുന്ന് മനുഷ്യനോട് കൊടുത്തത്. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ട്. വചനത്തിന്റെ നിഷേധമാണ് ആദ്യം ചെയ്ത പാപം. തിന്നരുത് എന്ന് പറഞ്ഞതൊരു വചനമാണ്. അത് തിന്നുകൊണ്ടാണ്, വചന നിഷേധം കൊണ്ടാണ് മനുഷ്യന്റെ ച്യുതി ആരംഭിക്കുന്നത്. അത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിന്റെ 1:11 പറയുന്ന ഒരു വാക്യമുണ്ട്. അവൻ സ്വകീയരുടെ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു. ആരെയൊക്കെയാണോ ദൈവം വചനത്താൽ സൃഷ്ടിച്ചത്, ആ മനുഷ്യന്റെ അടുത്തേക്ക് ദൈവം വന്നു. സൃഷ്ടി യഥാർത്ഥത്തിൽ സൃഷ്ടാവിൽ നിന്ന് അന്യമല്ല എന്നാണ് ബെനഡിക്ടോസ് 16 പാപ്പ പറയുന്നത്. അത് ഒരിക്കലും അന്യമല്ല. സൃഷ്ടിക്ക് സ്വാഭാവികമായും സൃഷ്ടാവിന്റെ സന്നിധിയിലേക്ക് തിരിയാനുള്ള ഒരു വാഞ്ചയുണ്ട്, ഒരാഗ്രഹമുണ്ട്, ഒരു പ്രചോദനമുണ്ട്. അതിനെ പ്രാരംഭ വരപ്രസാദം എന്ന് മാത്രം വിളിച്ചാൽ പോരാ. അതിനും അപ്പുറത്തേക്കാണത്. അതിനും അപ്പുറത്തേക്ക് ദൈവസന്നിധിയിലേക്ക് ചേരാനുള്ള ഒരു വലിയ ആഗ്രഹം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതായതുകൊണ്ട് വിസ്താര ഭയത്താൽ പറയുന്നില്ല. എന്നാലും ദാവീദ് അത് നന്നായി പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ. നിലം വരണ്ട മാൻപേടയെ ദാഹിച്ചു വരണ്ട മാൻപേടയെ പോലെ ദൈവമേ ഞാൻ അങ്ങേക്കായി തേടുന്നു. അതൊക്കെ ഒരു സംസ്കൃതിയുടെ നഖചിത്രങ്ങളാണ്. ഇസ്രായേൽ ജനത്തിന്റെ ദൈവാന്വേഷണത്തിന്റെ നഖചിത്രമാണ് അത്തരത്തിലുള്ള കവിഭാവനകൾ. അപ്പോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തി 1:11 അടിസ്ഥാനപ്പെടുത്തിയിട്ട് ബെനഡിക്ടോസ് 16 തിരുമേനി പറയുന്ന കാര്യമുണ്ട്. ദൈവം മനുഷ്യന്റെ അടുത്തേക്ക് വന്നു, എന്നാലോ അവരവനെ സ്വീകരിച്ചില്ല. എന്താണ് ഈ സ്വീകരിച്ചില്ല എന്ന വാക്കിന്റെ അർത്ഥം? അദ്ദേഹം തുടരുന്നു, വചനവുമായി മനുഷ്യൻ അനുരൂപപ്പെട്ടില്ല. വചനത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചില്ല. തന്നോട് സംസാരിക്കുന്ന, തന്നെ തേടുന്ന വചനത്തെ മനുഷ്യന്റെ ഹൃദയം തിരസ്കരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വന്ന അകലം. എന്താണ് സ്വീകരണം എന്നുള്ളത് അദ്ദേഹം ഒന്നുകൂടെ നേരിട്ട് പറയുന്നുണ്ട്, തെളിച്ചത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തുവുമായുള്ള ആത്മാർത്ഥമായ തുറവിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരമമായ വചനത്തോട് പരമമായ ഊവ് എന്ന് പറയുന്ന അവസ്ഥ. വചനത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു സമൂല പരിവർത്തനത്തിന് വിധേയമാവുകയാണ്. സമൂല പരിവർത്തനം എങ്ങനെ? വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടവൻ, വചനത്തിൽ നിന്നകന്നവൻ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ദിശ മാറ്റുമ്പോഴാണ്, വചനത്തെ സ്വീകരിക്കുമ്പോഴാണ് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കൃപ നൽകി എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ആരംഭിച്ചത് വചന നിഷേധത്തിൽ നിന്നാണ്. എപ്പോഴാണോ വചനത്തെ സ്വാംശീകരിക്കുന്നത്, ജീവിതത്തിൽ സ്വീകരിക്കുന്നത്, അപ്പോൾ തിരിച്ച് റീഇൻസ്റ്റേറ്റിംഗ് അവനെ ദൈവത്തിന്റെ മകനും മകളുമായി സ്വീകരിക്കുന്നു. തന്നെ സ്വീകരിക്കുന്നവർക്ക്, തന്റെ അയക്കപ്പെട്ട വചനത്തെ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് അവൻ നൽകി. കഴിവ് നൽകി എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന് 1:12 പറയുന്നത്. അങ്ങനെ പിതാവിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ ക്രിസ്തുവിലൂടെ പുതുതായി നവസൃഷ്ടിയായി പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെടുത്തപ്പെടുകയാണ്. ഒരു പുതിയ ജനം അവിടെ ഉണ്ടാവുകയാണ്. വചനത്തെ ആദരിക്കുന്ന, വചനത്തെ സ്വാംശീകരിക്കുന്ന, തന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന വചനത്തെ സ്വീകരിച്ച് ദൈവ മക്കളാകുന്ന ഒരു ജനം അവിടെ ഉണ്ടാവുകയാണ്. അത് വിശ്വാസത്തിന് അനുസൃതമായ ജീവിതമാണ്. അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചു,
ദൈവിക ജീവനിൽ പങ്കാളികളാകുന്നു, പുത്രനിലൂടെ പുത്രന്മാരാകുന്നു. അതൊരു പ്രയോഗമാണ്. പുത്രനിലൂടെ പുത്രന്മാരാവുക എന്നുള്ളത്. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നതിനെ അദ്ദേഹം അനുസ്മരിക്കുന്നു. വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, വചനത്തിലൂടെ പുനഃസൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ നമ്മൾ കാണുന്നത് ഈ സഭയുടെ ആകാരപരമായ ഒരു സവിശേഷതയുമല്ല. ഇവിടെ നമ്മൾ കാണുന്നത് അന്യൂനവും അവികലവുമായ ഒരു ദൈവസഭയെയാണ്. എപ്രകാരം സൃഷ്ടിക്കപ്പെട്ടുവോ, എപ്രകാരം ശുദ്ധരാകാൻ, പരിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടുവോ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ലോകത്തിലേക്ക് നമ്മളെ തേടി വന്ന വചനത്തെ സ്വീകരിച്ച് സ്വാംശീകരിച്ചുകൊണ്ട് വചനവുമായി ബന്ധപ്പെട്ട് പിതാവുമായി ബന്ധപ്പെട്ട് പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ജനത്തെ നമ്മൾ കാണുകയാണ്. ഇവിടെയാണ് അദ്ദേഹം പറയുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഈ കൂടാരമടിക്കുക എന്നതിന് അന്നൊരിക്കൽ ഒരു ചരിത്രപരമായ സംഭവം എന്നതിനേക്കാൾ അപ്പുറത്തേക്കൊക്കെ ഇങ്ങോട്ട് ചിന്തിച്ചോ. വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ കൂടാരമടിക്കുന്നത് ഏതാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. അവികലം അനുസ്യൂതം ലോകത്തിന്റെ അവസാനം വരെ വചനം ലോകത്തിൽ ഇങ്ങനെ കൂടാരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലല്ല, സഭയിലാണ് കൂടാരം അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിന്റെ തുടർച്ചയാ സഭ. നമ്മൾ കണ്ടു എന്താണ് വചനം എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ ക്രിസ്തു പറഞ്ഞത്, അപ്പസ്തോലിക പാരമ്പര്യം, സഭയുടെ സജീവ പ്രബോധനാധികാരം, സഭയുടെ പാരമ്പര്യം, ഇതെല്ലാം കൂടി സമ്മിളിത സമ്മേളനത്തിന്റെ പേരാണ് വചനം എന്ന് ദൈവവചനം എന്ന് പറഞ്ഞത്. അത് അച്ചടിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിന്റെ മാത്രം പേരല്ല, അതൊരന്തരീക്ഷമാണ്. ദൈവവചനം എന്നത് സഭയിൽ ഉത്ഭൂതമായ ഒരു അന്തരീക്ഷത്തിന്റെ പേരാണ്. വചനത്താലാണ് സഭ നിർവഹിക്കപ്പെടുന്നത്. വീണ്ടും സഭ നിർവചിക്കപ്പെടുന്നതും വചനത്താലാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി, വചനമാണ്. സർവ സൃഷ്ടികളെയും വചനമാണ്. പിതാപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ സ്നാപനപ്പെടുത്തുവിൻ. വചനത്താൽ അവൾ ജനിച്ചു, വചനത്താൽ കർത്തവ്യമുണ്ടായി, വചനത്താൽ കടമയിൽ ഉറപ്പിക്കപ്പെട്ടു, വചനത്താൽ അവൾ പരിശുദ്ധാത്മ നിറവിലായി, വചനത്താൽ അവൾ പാപം മോചിക്കുന്നു, ഇന്നും മോചിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നുവോ അവ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കപ്പെട്ടിരിക്കുന്നുവോ അവ അഴിക്കപ്പെട്ടിരിക്കും. വചനമാണ്. പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ പാപങ്ങളെ മോചിക്കുന്നു. വചനം സഭയിൽ നിർവഹിക്കപ്പെടുന്നു എന്നതിന്റെ അർത്ഥം അതാണ്. സഭയെ നിർവചിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥവും അത് തന്നെയാണ്. നമ്മൾ അത് രണ്ടും കണ്ടു. സഭയുടെ സാങ്കത്യം എന്താണ്? വചനത്തിന്റെ വിതരണം, സ്വാംശീകരണം. സഭയുടെ ഉണ്മ എവിടെയാണ്? വചനത്തിനകത്തും വചനത്തിന് വേണ്ടിയും. സഭയിലൂടെ ആ വചനം സ്വീകരിക്കുന്നതും സഭയിലൂടെ ആ വചനം ജീവിക്കുന്നതും. അടുത്തത് മനുഷ്യരുടെ ഇടയിലെ ദൈവത്തിന്റെ കൂടാരമാണത്. അദ്ദേഹം ആദ്യമായിട്ട്, അതായത് അത്രയധികം ഒന്നും വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയില്ല, എന്നാലും ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത ഒരു പദം അവിടെയുണ്ട്, ഷെക്കൈന എന്ന പദം. ഒരു TV നമുക്കിപ്പോൾ ഷെക്കൈന എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവകൃപയാൽ അവരെല്ലാ ദിവസവും രാവിലെ 6:30 ലൈവ് കുർബാനയുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. ഷെക്കൈന, ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വം അത് ഷെക്കൈന ഉള്ള കൂടാരമാണ് ഈ നമ്മുടെ സഭ. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം കൂടാരമടിച്ചിരിക്കുന്ന അവസ്ഥയുടെ പേരാണ്. ക്രിസ്തുവിന്റെ സുനിശ്ചിതമായ സജീവ സാന്നിധ്യം. സഭയുടെ ആ പെരുമ നമ്മളൊന്ന് മാറി നിന്ന് കണ്ടാൽ എനിക്ക് തോന്നുന്നു അത്ഭുതത്താലും ആനന്ദത്താലും നമ്മൾ പരവശരാകും. ദൈവമേ, അങ്ങനെ വിളിച്ചു ചേർത്തിരിക്കുന്ന സഭ ഇതു തന്നെയോ? നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കുകയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ തോന്നുകയല്ല, എൻ്റെ ഒരു വിശ്വാസമാണ്. ഇതിന് മുമ്പത്തെ തവണ
ഏറെ ഹൃദയസ്പർശിയായ ഒരു വാക്ക് ജോസൂട്ടി പറഞ്ഞു. അത് സത്യമാണ്. മറിയത്തിന്റെ മാധ്യസ്ഥത്തിന്റെ ശക്തി എന്താണെന്ന് നാം അറിയാൻ ദൈവം അനുവദിക്കുന്നില്ല. അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു നിഷേധപരമായ സംഗതിയല്ല, അത്രക്കേ നമുക്ക് താങ്ങാനാവുള്ളൂ. അതുപോലെ തന്നെ സഭയുടെ മഹത്വം എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നിടത്തോളം ഒക്കെ അറിയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് താങ്ങാനാവില്ല. ജീവിതം അങ്ങനെയാണ്. കാരണം സജീവനും സൃഷ്ടികർത്താവും യഥാർത്ഥ ദൈവവുമായ ക്രിസ്തുവിന്റെ സജീവമായ സ്പർശ്യമായ തുടർച്ചയാണ് സഭ. വചനം കൊണ്ട് അവൾ എക്സർസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോ 51-ാം ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നത് ഈ സഭയുടെ ജീവിതത്തില് ക്രിസ്തുവിന്റെ നിരന്തരമായ സാന്നിധ്യമുണ്ട്. അതൊരു ഓർമ്മയോ ഒരു ഓർമ്മയാചരണമോ ചരിത്രത്തിലെ ഒരു സംഗതിയിലേക്കുള്ള കണ്ണോടിക്കലോ ഒന്നുമല്ല. അതിനും അപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ നിരന്തരമായ സാന്നിധ്യത്തെ അനുഭവവേദ്യമാക്കുന്ന ഒരു മാധ്യമമാണ് സഭ. ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ ചെക്ക് പറയുന്നത് പോലെ പല പല നീക്കങ്ങൾക്ക് അവസാനം നമുക്ക് ഇത് പറയാൻ കഴിയും: ക്രിസ്തുവിനെ അനുഭവവേദ്യമാക്കും എന്നുള്ളതിനെ ഒന്ന് മാറ്റിയിട്ട് ചെക്ക്, ക്രിസ്തു തന്നെയാണ് സഭ. ക്രിസ്തു തന്നെയാണ് സഭ. ആ ഒരു മാധ്യമത്തിലൂടെ അത്രമേൽ എന്താ പറയുക, കറയില്ലാതെ മറയില്ലാതെ നമുക്ക് ലഭിക്കുകയാണ് ക്രിസ്തുവിനെ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവും, കറക്റ്റ്, അഥവാ പിതാവിന്റെ വചനമായ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമോ ഭൂതകാലത്തിലുള്ള ബന്ധിതമോ അല്ല. ഭൂതകാല ബന്ധിതമല്ല, അതൊരു സജീവമായ ബന്ധമാണ്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടാണ് അടുത്തതിലേക്ക് കടക്കുന്നത്. ആ ബന്ധത്തിലേക്കാണ് ഓരോ വിശ്വാസിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം അവിശ്രാന്തം തുടരുന്ന ആഴമേറിയ ബന്ധമാണ്. അത് തമ്മിൽ അത്രമേൽ അടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ബന്ധത്തിനകത്തേക്ക് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുക. അങ്ങനെ വിളിക്കപ്പെട്ട് വിശ്വാസപൂർവം തങ്ങളുടെ വിളിയെ സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികൾ, ഉവ്വ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ, എല്ലാ കാലത്തെയും വിശ്വാസികൾ പരിശുദ്ധാത്മാവാൽ ക്രിസ്തുവിന്റെ പ്രസക്തി സഭയിൽ കാണുന്നു. പ്രസക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തന്നെ കാണുന്നു. അവനിതൊരു പ്രസ്ഥാനമല്ല. അവനിത് എന്തെങ്കിലുമൊക്കെ ധാർമ്മികമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അവനത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ പ്രസക്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പ്രസക്തി എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ നിറവേറ്റുന്നതും ഈ സഭയാണ്. അപ്പോ അത് അവിടുന്ന് അവരെ ഈ വിശ്വാസികളെ അനുസ്മരിപ്പിക്കും, കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. ദൈവവർബുമിന്റെ 8 അതാണ് പറയുന്നത്. ദൈവവർബുമിന്റെ 8 പറയുന്നത് ഇതാണ്: ഒരിക്കൽ ദൈവം തന്റെ പുത്രന്റെ മണവാട്ടിയോട് ഒരിക്കൽ സംസാരിച്ച ദൈവം തന്റെ പ്രിയപുത്രന്റെ മണവാട്ടിയോട് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ സജീവവും ഊർജസ്വലവുമായ വചനം ഇപ്പോഴും സഭയിലേക്ക് നവമായി വർഷിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളത് ബൈബിളിന്റെ മാത്രം പശ്ചാത്തലത്തിൽ കാണരുത്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബൈബിള് 100-125% ബൈബിള് ദൈവവചനമാണ്. പക്ഷെ സഭയെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവം സംസാരിക്കുന്നത് ഈ പറയുന്ന ഇതിലൂടെ മാത്രമല്ല. ദൈവത്തിന്റെ വചനം സഭയിൽ പ്രവർത്തന നിരതമാണ്. ക്രിസ്തു സഭയിൽ പ്രവർത്തന നിരതമാണ് എന്നതിന്റെ മറുവാക്കാണത്. പരിശുദ്ധാത്മാവ് വഴി
സുവിശേഷത്തിന്റെ സജീവ സ്വരം സഭയിലും സഭ വഴി ലോകത്തിലും എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കങ്ങ് പറഞ്ഞു പോകാൻ പറ്റുകയില്ല. ഈ അറയ്ക്കുള്ളിൽ വെച്ച് മന്ത്രിക്കപ്പെട്ടവ പുരമുകളിൽ വെച്ച് ഘോഷിക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. സഭയോട് ദൈവം പറയുന്ന ദൈവത്തിന്റെ വചനമായ ക്രിസ്തുവിനെ എങ്ങനെ പറയണം? ലോകത്തോട് പറയുമ്പോ അതുപോലെ പറഞ്ഞാൽ പോരാ. അതിനെ കാലവൽക്കരിക്കണം, ടൈമൈസ് ചെയ്യണം, കോണ്ടെക്സ്ച്വലൈസ് ചെയ്യണം, സാന്ദർഭീകരിക്കണം. പിന്നെന്താ വേണ്ടത്? കോണ്ടെക്സ്ച്വലൈസ് ചെയ്യണം, പിന്നെ കോണ്ടംപററൈസ് ചെയ്യണം, ആനുകാലികവൽക്കരിക്കണം. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞ കാര്യങ്ങളല്ല ഇന്ന് ലോകത്തോട് പറയുന്നത്. രണ്ടും സുവിശേഷം തന്നെയാണ്. ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യമല്ല വേറൊരു വിഷയത്തിൽ പറയുന്നത്, അത് രണ്ടും സുവിശേഷം തന്നെയാണ്. പ്രൊവിഡൻസിമൂസ് ദേവൂസ് എഴുതിയ ലയോ അല്ല, പിന്നെ ആ ലയോ 13-ാമന്റെ കാലത്തുണ്ടായിരുന്ന ആ വിഷയങ്ങളല്ല. അദ്ദേഹം ഒരുപാട് സംഗതികളെ പറ്റി എഴുതിയിട്ടുണ്ട്. അതിലൊന്നുപോലും അല്ല ഫ്രാൻസിസ് പാപ്പ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിന്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ തിരുമേനി പറഞ്ഞ കാര്യങ്ങളുടെ അതെല്ലാം സുവിശേഷമായിരിക്കെ വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷം വ്യാഖ്യാനിക്കുകയാണ് ഇദ്ദേഹം. അങ്ങേക്ക് സ്തുതി, ലൗദാത്തോ സി സുവിശേഷമല്ലേ? കോണ്ടംപററൈസ് ചെയ്യപ്പെട്ട സുവിശേഷമാണ്. ജീവന്റെ സുവിശേഷം കോണ്ടംപററൈസ് ചെയ്യപ്പെട്ട സുവിശേഷമല്ലേ? കുടുംബങ്ങളെ കുറിച്ച് ഫെമിലിയാരിസ് കോൺസെർച്ചിയോ ആനുകാലികവൽക്കരിക്കപ്പെട്ട സുവിശേഷമാണ്. അപ്പൊ ലോകത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്യം പറഞ്ഞാൽ പോരാ. ഈ സഭയിലേക്ക് സംസാരിക്കുന്നത് സഭ പ്രസാദവരത്തിന്റെ വ്യവഹാരി എന്ന നിലയിൽ തന്റെ മണവാളിൽ നിന്ന് സ്വീകരിച്ച് സ്വാംശീകരിച്ച് കോണ്ടംപററൈസ് ചെയ്ത് കോണ്ടെക്സ്ച്വലൈസ് ചെയ്ത് അത് ലോകത്തോട് പറയുന്നു. എന്തിനാ? ലോകത്തെ മാനസാന്തരപ്പെടുത്താൻ, ലോകം വചനം സ്വീകരിക്കാൻ. വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ലോകം വചനത്തെ തിരിച്ചറിഞ്ഞ് ദൈവമക്കളാകാൻ വേണ്ടി. അത് ലോകമെങ്ങും ദൈവത്തിന്റെ വചനം പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം അതാ പറയുന്നത്, പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സില് വിശ്വാസിയെ പരിശുദ്ധാത്മാവ് സമ്പൂർണമായ സത്യത്തിലേക്കും ക്രിസ്തുവിന്റെ വാക്കുകൾ സമൃദ്ധമായി അവനിൽ വസിക്കുന്നതിലേക്കും ആനയിക്കുന്നു. ഇതൊരു പ്രോസസ്സാണ്. ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് സ്വാംശീകരിച്ച് അത് ആനുകാലികവൽക്കരിച്ച് എന്ന് പറയുമ്പോൾ സഭയിൽ സഭ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നതിലേക്ക് വരും. അല്ലാതെ സഭയ്ക്ക് വേറെ വേദിയില്ലല്ലോ. അപ്പോ നമ്മൾ ഈ സമ്പൂർണ്ണ സത്യത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കും ഒക്കെ എപ്പോഴാണ് അടുക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരവും കൂടെ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വചനത്തെ കോണ്ടംപററൈസ് ചെയ്യുമ്പോഴാണ്. മറ്റുള്ളവർക്കറിയാൻ, ലോകത്തിനറിയാൻ തക്കവണ്ണം അതിനെ ഒന്ന് കോണ്ടെക്സ്ച്വലൈസ് ചെയ്യുമ്പോഴാണ് അതിനെ പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കുന്നത്. അടുത്തത് അദ്ദേഹം ഈ 51 2 ഖണ്ഡികകളേ ഉള്ളൂ. ഈ വചനവും വചനവും സഭയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. പക്ഷെ അത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ക്രിസ്തുവിന്റെ വധു ശ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ശ്രവണം എന്നത് ഒരു വലിയ കൃപയാണ്. സഭ സദാസമയവും ക്രിസ്തുവിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് ദൈവർബു, ദൈവത്തിന്റെ വചനം എന്ന, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്കിനെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം ആദ്യത്തെ വാക്കിനെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിങ്ങനെയാണ് ദൈവർഭൂമിയുടെ ആദ്യത്തെ ഖണ്ഡിക, ആദ്യത്തെ വാക്ക്. ഈ അതിപരിശുദ്ധ സൂനഹദോസ് ദൈവത്തിന്റെ വചനം
ഭക്തിപൂർവം ശ്രവിച്ചുകൊണ്ടും. ഓൾറെഡി കേട്ടത്, കയ്യിൽ ബൈബിൾ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം ഭക്തിപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് എന്നാണ് വേണ്ടത് വചനം അല്ല. സഭ ഒരു കാര്യം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് പറയുന്നു, ദൈവത്തിന്റെ വചനം ഭക്തിപൂർവം ശ്രവിച്ചുകൊണ്ടും വിശ്വസ്തതാപൂർവം പ്രഘോഷിച്ചുകൊണ്ടും. ഒരു രണ്ട് കടമകൾ അവിടെ പറയുന്നത്. ഒന്ന് ഭക്തിപൂർവം ശ്രവിക്കുക, രണ്ടാമത്തേത് വിശ്വസ്തതാപൂർവം പ്രഘോഷിക്കുക. പ്രഘോഷിച്ചുകൊണ്ടും വാക്കുകൾക്കൊത്ത വിധം പ്രവർത്തിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ പറയുന്ന വാക്കുകൾക്കൊത്ത വിധം പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആരംഭിക്കുന്നു. അപ്പൊ ഇതാണ് എപ്പോഴും അവളും നാഥ അരുൾ ചെയ്താലും ദാസൻ കേൾക്കുന്നു എന്ന് പറയുന്ന ആ മനോഭാവത്തോടു കൂടെ വചനം ശ്രവിക്കുന്ന, തന്റെ മണവാളനിൽ നിന്ന് വചനം കേൾക്കുന്ന മണവാട്ടിയാണ് സഭ. പോരാ, സഭ എന്നാൽ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് വചനം ശ്രവിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എത്രയാണ് സഭയുടെ നിർവചനങ്ങൾ എന്ന് ചോദിച്ചാൽ അസംഖ്യം എന്നേ പറയാവൂ. 3 പോയിന്റുകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പോയിന്റ് നമ്പർ 1 അഥവാ ദ പോയിന്റ് എ, സഭ അവളിൽ നിന്നല്ല സുവിശേഷത്തിൽ നിന്നാണ് ജീവൻ ഉൾക്കൊള്ളുന്നത്. സുവിശേഷബദ്ധമാണ് അവളുടെ ജീവിതം. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ അവളുടെ അവളുടെ ദിശ, റൂട്ട് മാപ്പ് അവൾ കണ്ടെത്തുന്നത് സുവിശേഷത്തിൽ നിന്നാണ്. ഇത് പറയുമ്പോ പരത്തി പറയുകയല്ല. ഒരുപാട് സഭകൾ കാലടറി വീണത്, തെറ്റായ തീരുമാനങ്ങൾ എടുത്തത്, സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ച് ലോകത്തോട് അനുരൂപപ്പെടുന്ന ചില ചില്ലറ നടപടികളൊക്കെ എടുത്തത് കൊണ്ടാണ്. ഇതിനെപ്പറ്റി ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം നിങ്ങളൊരു എലൈറ്റ് ക്ലാസ്, നിങ്ങൾക്കറിയാം. വചനത്തിനപ്പുറത്തേക്ക് എപ്പോഴൊക്കെയാണോ കാലടറിപ്പോയത്, അപ്പോഴൊക്കെ പുതിയ സഭകൾക്ക് അതിന്റെ ദിശ നഷ്ടപ്പെട്ടു. അത് യഥാർത്ഥ സഭയിൽ നിന്ന് പൊക്കിൾക്കൊടി ബന്ധം അഴിച്ചു മാറ്റി. അതുകൊണ്ട് തന്നെ പറയുന്നു, മുറിച്ചു മാറ്റി. അതുകൊണ്ട് തന്നെ പറയുന്നു, സഭ വചനബദ്ധയാണ്. സുവിശേഷം അവൾക്ക് നൽകപ്പെട്ടതാണ്. ഈ സുവിശേഷമാണ് അവളുടെ റൂട്ട് മാപ്പ്. ഏതൊരു ധാർമ്മിക, സാംസ്കാരിക, സാമൂഹിക വിഷയങ്ങളിലും സഭ നിലപാടെടുക്കുന്നത് സുവിശേഷാനുസാരിയായിരിക്കും, തർക്കമില്ല. ഏതൊന്നിലും. അത് ഇന്ന് ജനസംഖ്യാ ദിനവും കൂടിയാണല്ലോ അല്ലേ? ഇത് ജനപ്പെരുപ്പത്തിന്റെ ദിനമാണ്. ഫെമിലിയാരിസ് കൺസോർഷ്യം 30, 31, 32 ഖണ്ഡികകൾ പറഞ്ഞു, ഗർഭനിരോധനം, വന്ധ്യകരണം, ഗർഭഛിദ്രം എന്നിവ മാർഗമായോ ലക്ഷ്യമായോ സ്വീകരിക്കാൻ സഭാമക്കൾക്ക് അനുമതിയോ അവകാശമോ ഇല്ല. അവളുടെ റൂട്ട് മാപ്പ് കണ്ടെത്തിയത് ഇതിനകത്താന്നേ, സുവിശേഷത്തിനകത്താണ്. എവൻജീലിയം വിത്ത് 91 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിഷ്കളങ്കരായ ഒരു മനുഷ്യജീവിയെ നേരിട്ട് മനഃപൂർവകമായി വധിക്കുന്നത് എപ്പോഴും അധാർമികമാണ് എന്ന് ക്രിസ്തു പത്രോസിനും അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കും നൽകിയ അധികാരം ഉപയോഗിച്ച് ആകമാന മെത്രാന്മാരുമായുള്ള കൂട്ടായ്മയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മനുഷ്യന്റെ മഹത്വം അത് സുവിശേഷത്തിൽ നിന്ന് അന്യമല്ല. അവളുടെ റൂട്ട് മാപ്പ് അവിടെയാ. അപ്പോ സഭ അവളിൽ നിന്നല്ല, സുവിശേഷത്തിൽ നിന്ന് ജീവൻ സ്വീകരിച്ച് നിത്യനൂതനമായി അവളുടെ യാത്രയുടെ ദിശ സുവിശേഷത്തിലൂടെ കണ്ടെത്തുന്നു. സുവിശേഷത്തിലൂടെ കണ്ടെത്തുന്നു. സൃഷ്ടിയുടെ മഹത്വത്തെ ഉടനീളം പ്രകീർത്തിക്കുകയും സൃഷ്ടിയുടെ നാഥനെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ലൗദാത്തോ സി. സുവിശേഷത്തിൽ നിന്ന് അന്യമായി ചിന്തിക്കാൻ സഭയ്ക്കാവില്ല. എന്തുകൊണ്ടെന്നാൽ സുവിശേഷം സഭയുടെ ഹൃദയത്തിനുള്ളിൽ കുടികൊള്ളുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1, ദ റൂട്ട് മാപ്പ്. അത്
ക്രിസ്തു സഭയിൽ നിന്ന് സ്വീകരിക്കുന്നത് സുവിശേഷത്തിൽ നിന്നാണ്. രണ്ടാമത്തേത്, വചനം ശ്രവിക്കുന്ന മനോഭാവത്തിൽ നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കണം, ആദ്യം പ്രതിഷ്ഠിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ സന്ദേശവാഹകരാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വചനം സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് നൽകാൻ പറ്റുള്ളൂ. അത് സകല വിശ്വാസിക്കും ബാധകമായ ഒരു സനാതന സത്യത്തെ താക്കീത് രൂപേണ പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി. എന്റെ ജീവിതത്തിനകത്ത് കടക്കാൻ വചനത്തെ ഞാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ നിരന്തരമായി എന്നെ വിചാരണ ചെയ്തുകൊണ്ടും ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ചുകൊണ്ടും, ആ വിചാരണ എന്ന് പറയുന്നത് അക്യൂസേഷൻ അല്ല കേട്ടോ, പരിശോധന എന്നത് നിങ്ങൾ വിചാരിക്കേണ്ടതുള്ളൂ. പരിശോധന ചെയ്തുകൊണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടും, അങ്ങനെ വചനത്തെ എൻ്റെ ഒപ്പം എന്നുള്ളതിനേക്കാൾ ഉപരി അതിൽ ബദ്ധമായി എൻ്റെ ജീവിതത്തെ ജീവിപ്പിക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം വചനത്തെ സംബന്ധിച്ച് പറയാൻ എനിക്ക് അവകാശമുള്ളൂ. ഇനിയൊരു മഹാസത്യം ഞാൻ പറയാം. അങ്ങനെ ചുമ്മാ പറയുന്നവന്റെ വാക്കിന് നല്ല ഓളം ഉണ്ടാകും. ഞാനടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല. വചനം കേൾക്കണം, കേട്ട വചനം പറയണം. പണ്ടെന്നോ പറഞ്ഞുപോയൊരു നിയമം, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയുള്ള ഒരു നിയമം ഞാനിപ്പോ എന്റെ മനസ്സിനകത്ത് ഉള്ളത് ഞാനിപ്പോ തുറന്നു പറയുക. ആദ്യം നിന്നെ കേൾക്കാൻ പോകുന്നവരെ കുറിച്ച് നീ ദൈവത്തോട് പറ. എന്നാൽ അതിനുശേഷം നീ ദൈവത്തെക്കുറിച്ച് അവരോട് പറ. കേൾക്കാൻ പോകുന്ന ജനത്തെക്കുറിച്ച് ഈശോയോട് പറയാതെ ഈശോയെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചുരുക്കത്തിൽ അത് തന്നെയാണ് ആ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തെ ഇവിടെ പാപ്പ ഇങ്ങനെ പറയുന്നത്. വചനം ശ്രവിക്കുന്ന മനോഭാവത്തിൽ തങ്ങളെ തന്നെ ആദ്യം പ്രതിഷ്ഠിക്കണം, എങ്കിൽ മാത്രമേ അതിന്റെ വാഹകരാകാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തേത് അദ്ദേഹം പറയുകയാണ്. മൂന്നാമത്തേത്, ഇപ്രകാരമുള്ള ഈ വചനത്തിലൂടെ സഭ നമ്മളോട് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് 52 മുതലുള്ള ഖണ്ഡികകളിലേക്ക് അദ്ദേഹം കടക്കാനുള്ള ആമുഖവാക്യം ഇടുകയാണ്. പ്രഘോഷിക്കപ്പെടുകയും ശ്രവിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവവചനത്തിലും, നമ്മൾ നേരത്തെ 2 കാര്യങ്ങൾ കണ്ടു. സഭ ദിശ കണ്ടെത്തുന്നത്, പ്രഘോഷിക്കുന്നത് സുവിശേഷത്തിൽ നിന്നാണ്, സുവിശേഷബദ്ധിയാണ്. രണ്ടാമത് നമ്മൾ കണ്ടത്, വചനം ശ്രവിക്കുന്ന മനോഭാവം അഥവാ വചനം സ്വീകരിക്കുന്ന ജനത വചനം പ്രഘോഷിക്കുന്നു. ഒറ്റവാക്കി പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അദ്ദേഹം പോയിന്റ് സിയിലേക്ക് വരികയാണ്, പോയിന്റ് 3ലേക്ക് വരികയാണ്. പ്രഘോഷിക്കപ്പെടുകയും ശ്രവിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവവചനത്തിലും പ്ലസ് കൂദാശകളിലും. പ്രഘോഷിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന വചനത്തിലും കൂദാശകളിലും കൂടെ യേശു നമ്മോട് ഓരോരുത്തരോടും പറയുന്നത് ഒരു കാര്യമാണ്. അതിതാണ്, ഞാൻ നിന്റേതാണ്, എന്നെ ഞാൻ നിനക്ക് തരുന്നു. തമ്പുരാൻ ഒറ്റ കാര്യം പറയാണ്, ഞാൻ നിന്റേതാണ്. ഇതിന് മുമ്പത്തെ ഒരു സെഷനിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മളെ തേടി വരുന്ന ദൈവമാണ് നമ്മുടെ അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് നമ്മൾ ഏറെ ഭക്തിയോടുകൂടെ തീക്ഷ്ണതയോടുകൂടെ നമ്മൾ കണ്ടെത്തി. ഇതര മതങ്ങളുമായിട്ടുള്ള വ്യത്യാസത്തിലോ മറ്റോ നമ്മൾ പറഞ്ഞത്. ഇവിടെ പാപ്പ പറയുന്നത് ഇതാണ്, നമ്മെ തേടി വരുന്നവനാ ദൈവം യേശു. എന്നിട്ട് അവിടുന്ന് ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ഞാൻ നിന്റേതാണ്, എന്നെ ഞാൻ നിനക്ക് പൂർണ്ണമായി തരുന്നു. ഏത് കൂദാശയിലാണ്, കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയിലും സമ്മതം, യാതൊരു സംശയവും വേണ്ട. ഏത് കൂദാശയിലാണ് ക്രിസ്തു തന്റെ കൃപയെ പിടിച്ചു വെക്കാതെ തരാതിരിക്കുന്നത്? നിർലോഭം അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ കൃപയെ അഥവാ അവിടുത്തെ തന്നെ തന്നുകൊണ്ടിരിക്കുക. വചനത്തിലൂടെ അവിടുന്ന് സംസാരിക്കുന്നത്, കൂദാശകളിലൂടെ അവിടുന്ന് തന്നെ തരികയാണ്. എന്നിട്ട് ഇതിന്റെ എല്ലാം കൂടെ സാരാംശമായി ഒരു വാക്യത്തിൽ പറയാം, ഞാൻ നിന്റേതാണ്, ഞാൻ നിനക്ക് എന്നെ തരുന്നു. ഇതിനൊരു പ്രത്യുത്തരമുണ്ട്. ഞാൻ അങ്ങയുടേതാണ്, ഞാൻ അങ്ങയുടേതാണ്.
അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാക്യമുണ്ട്. ഈ സമയത്ത് നമുക്ക് ആ വാക്യത്തിന് യഥാർത്ഥമായ ഒരു ഗാംഭീര്യമുള്ള വാക്കായി നമുക്ക് അതിൻ്റെ ആ കുരുക്കഴിഞ്ഞ വചനമായി നമുക്ക് മനസ്സിലാകും. അതിതാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം അവൻ ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. അങ്ങോട്ട് തേടിച്ചെന്ന് ദൈവത്തെ കണ്ടുപിടിച്ച് എന്നെ ദൈവമകനാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിലവിളിയല്ല. ഇങ്ങോട്ട് വന്നിട്ട് എന്നെ അങ്ങ് സ്വീകരിക്കാൻ പറയുന്ന, എൻ്റെ ജീവിതത്തിന്റെ സാധാരണത്വത്തിലേക്ക്, എൻ്റെ സഭാപരമായ ജീവിതത്തിലേക്ക്, എൻ്റെ പാപം നിറഞ്ഞ ജീവിതത്തിലേക്ക് വന്നിട്ട്, എടാ ഞാൻ എന്നെ നിനക്ക് തരുന്നു. ഇതാ നമ്മുടെ തമ്പുരാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുന്നാണ് നമുക്ക് നമ്മളെ തന്നെ തന്നത്. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ശ്രമിക്കപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്ത വചനത്തിലൂടെയും കൂദാശകളിലൂടെയും അവിടുന്ന് നമുക്ക് തരുന്ന ഈ സംഗതിയെ സ്വീകരിക്കുന്നവർക്കെല്ലാം, നാഥ അരുൾ ചെയ്താലും ഞാൻ ഇതാ അങ്ങയുടേതാണ് എന്ന സമർപ്പണത്തിന്റെ വാക്യം ചൊല്ലുന്നവർക്കെല്ലാം അവിടുന്ന് ദൈവ മക്കളാകാനുള്ള കഴിവ് കൊടുക്കുന്നു. 51 ഉപസംഹരിക്കുമ്പോൾ അദ്ദേഹം ഒന്നുകൂടി പറയുന്നു, ദൈവകൃപയാൽ ഈ സ്വീകരണാവസ്ഥ, ഈ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷമായി സഭ മാറുന്നു. ആ വാക്കൊന്നൂടെ ഒന്ന് പറയാം. ദൈവകൃപയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരറ്റ്മോസ്ഫിയറായി, ഒരന്തരീക്ഷമായി സഭ മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്ത സബ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഒറ്റ വാക്കിൽ നമ്മൾ ഉപസംഹരിക്കുമ്പോൾ ഇത്രയാണ്, ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഇത്രയാണ്: സഭ വചനബദ്ധയാണ്, വചനത്താൽ ജീവിക്കുന്നവളാണ്, വചനത്താലാണ് അവൾ, അവളുടെ ഉണ്മയും സ്വത്വവും എല്ലാം വചനാധിഷ്ഠിതമാണ്. അതിലൂടെ നിരന്തരമായി പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിന് ഉത്തരം നൽകുന്നതിലൂടെ, കൂദാശകൾക്ക് നമ്മൾ പരികർമ്മങ്ങൾക്ക് വിധേയരാകുന്നതിലൂടെ ദൈവമായ യേശുമിശിഹാ തമ്പുരാൻ നമ്മളോടൊരു വലിയ കാര്യം ഉദ്ഘോഷിച്ചുകൊണ്ടേയിരിക്കുക: ഞാൻ നിന്റേതാണ്. ഉത്തരം, നാഥ ഞാൻ അങ്ങയുടേതാണ്. ഇത് സഭയിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദൈവാനുഭവത്തിന്റെ, ദൈവമക്കളാകാനുള്ള കഴിവിനെ ഉപയോഗിച്ച് ദൈവമക്കളാകുന്ന ആ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിന്റെ പേരാണ് സഭ. നെക്സ്റ്റ് ടോപ്പിക്ക്, നമ്മൾ ഈ സഭയിലേക്ക് കൂടുതൽ അതിന്റെ മൈക്രോ ലെവലിലേക്ക് അങ്ങ് കിടക്കുക. ഇപ്പൊ നമ്മളൊരു ഉപരിപ്ലവം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വിഹക വീക്ഷണമാണ് നടത്തിയത്. ഉപരിപ്ലവം ശരിയല്ല കേട്ടോ, അത് റെക്കോർഡിൽ നിന്ന് നീക്കം ചെയ്യണം. വിഹക വീക്ഷണമാണ് നടത്തിയത്. എങ്കിൽ ഇക്കുറി നമ്മൾ ഓരോന്നിനെയും വളരെ പ്രത്യേകമായി സമീപിക്കുകയാണ്. ആരാധനാക്രമത്തിൽ ദൈവവചനത്തിനുള്ള സവിശേഷമായ സംവിധാനം, ദ ലിറ്റർജി, പ്രിവിലേജ്ഡ് സെറ്റിംഗ് ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്, ഇതാണ് നമ്മുടെ വിഷയം. ദൈവവചനത്തിന്റെ ഭവനമാണ് സഭ. നമ്മൾ ഇത്ര നേരം പറഞ്ഞതിനെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവവചനത്തിന്റെ ഭവനമാണ് സഭ. ദ ഹോം ഓഫ് ദ വേർഡ്, നമുക്ക് അങ്ങനെ പറയാം. എങ്കിൽ ആരാധനാക്രമം സവിശേഷമായ ആദ്യ ശ്രദ്ധ അർഹിക്കുന്നു. ആരാധനാക്രമം എന്തുകൊണ്ടാണ് ഈ ആരാധനാക്രമം സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നത്? എന്താണ് ലിറ്റർജി എന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായ ഒരു ഉത്തരം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാരമ്പര്യമായി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ലിറ്റർജി എന്താണ് എന്ന ആ ഒരു അർത്ഥത്തിൽ നിന്ന് തികച്ചും ഭിന്നമെന്ന് പറയാൻ പറ്റില്ല. ഉപരിയാണ് അദ്ദേഹത്തിന്റെ പഠനം, അദ്ദേഹത്തിന്റെ ചിന്ത. അദ്ദേഹം പറയുന്നു, നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അവർ ലീവ്സ്, ദൈവം നമ്മോട് സംസാരിക്കുന്ന സവിശേഷ സംവിധാനമാണ് ലിറ്റർജി. അതൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്.
ശ്രവിക്കുകയും പ്രത്യുത്തരിക്കുകയും ചെയ്യുന്ന തന്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്നതിന്റെ പേരാണ് ലിറ്റർജി. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എവരി ലിറ്റർജിക്കൽ ആക്ഷൻ by its very nature steeped in sacred scripture. കൂദാശാപരമായ ഏതൊരു പ്രവൃത്തിയും അതിന്റെ സ്വഭാവത്താൽ തന്നെ വേദഗ്രന്ഥത്തിൽ വേരൂന്നിയിരിക്കുന്നു, ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. ഏതൊരു കൂദാശയും വചന നിബദ്ധമാണ്. ഏതൊരു കൂദാശയും വചനത്താലാണ് കൂദാശ. വചനമാണ് നൽകപ്പെടുന്നത്, വചനമാണ് പരിക്രമം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലിറ്റർജി എന്ന് പറയുന്ന ആരാധനാക്രമം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് ഉവ്വ് കർത്താവേ എന്ന് പറയുന്ന മനുഷ്യനോട്, പള്ളിയിലെത്താത്തവനോട് ആരാധനാക്രമം ഉണ്ടാകുകയല്ലോ. അവിടെ വിശ്വാസ സമൂഹമായി അതിന്റെ അതുമായിട്ട് ചേർന്നിരിക്കുന്നവൻ ഉവ്വ് എന്ന് പറയുന്ന സമൂഹത്തിലാണ്. അവനോട് ദൈവം സംസാരിക്കുന്ന ഒരു മീഡിയമാണ് ആരാധനാക്രമം. എന്നിട്ട് അദ്ദേഹം വേദഗ്രന്ഥത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം കടന്നു പോവുക. വായനകള് സുവിശേഷത്തിൽ നിന്നാണ്, പ്രഘോഷണങ്ങള് നമ്മുടെ കാറോസൂസ എങ്കേർത്ത, ഏവൻഗേലിയോ, എല്ലാ കാര്യങ്ങളും, സങ്കീർത്തനങ്ങള്, സുവിശേഷം തന്നെ, പ്രാർത്ഥനകള്, സ്തോത്രങ്ങള്, സ്തുതിപ്പുകള് എല്ലാം സുവിശേഷത്തിന്റെ മറ്റൊരവതരണത്തിന്റെ പേരാണ് ആരാധനാക്രമം. ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ മറ്റൊരു പേരാണ് ആരാധനാക്രമം. ക്രിസ്തു തന്റെ വചനത്തിൽ സന്നിഹിതനാണ് എന്ന് നമുക്കറിയാം, അല്ലേ? ക്രിസ്തു തന്റെ വചനത്തിൽ സന്നിഹിതമാണ്. ആരാധനാക്രമത്തിൽ വചനം ഉദ്ഘോഷിക്കപ്പെടുന്നുണ്ട്. എനിക്ക് അതിമനോഹരമായ നമ്മുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ ഒരു കൂദാശാക്രമത്തിലെ ഒരു ആംഗ്യത്തെക്കുറിച്ച്, അഥവാ ഒരു നടത്തിപ്പിനെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ഞാൻ നമ്മുടെ സീറോ മലബാർ സഭയുടെ ഇതൊന്നെടുക്കാം. അതില് 39-ാമത്തെ പേജ്, ക്രിസ്തു സന്നിഹിതനാണ് എന്ന് പറയുന്നതിന്റെ ഈ കൂദാശാപരമായ ഒരു കർമ്മത്തിലൂടെ അത് നമ്മളെ മനസ്സിലാക്കിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം പറയുക. ആ വാക്യം ഇതാണ്: കാർമികൻ ബലിപീഠത്തെ സമീപിച്ച് സുവിശേഷ ഗ്രന്ഥമെടുത്ത് നെറ്റി വരെ ഉയർത്തിപ്പിടിക്കുന്നു. കേട്ടല്ലോ? ഇനി ഏതെങ്കിലും ഒരു സുവിശേഷം ഉണ്ട് ഇവിടെ. ഞാൻ ഈ സുവിശേഷം എന്നിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് സുവിശേഷം വായിക്കാൻ വേണ്ടി. അദ്ദേഹം ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു തന്നാൽ മതി. ഇപ്പൊ എന്താ കണ്ടത്? എന്റെ മുഖം അവിടെ ഇല്ല, ഉണ്ടോ? ഇല്ല. ഒരച്ഛനാണെന്ന് നിരൂപിക്കുക. എല്ലാം ഉണ്ട്. കുർബാന കുപ്പായമുണ്ട്. അതിമനോഹരമായ മദ്ബഹായിലാണ് നിൽക്കുന്നത്. ദീപം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മാലാഖമാരും ക്രോവേന്മാരും സ്രാപ്പേന്മാരും പഞ്ചപുക്ഷമടക്കി നിൽക്കുമ്പോ ഒരു മനുഷ്യൻ എടുത്തിട്ട് അയാളുടെ മുഖം മറക്കേവാറ് സുവിശേഷം അയാളുടെ മുഖത്തങ്ങ് വെക്കുക ചെയ്യുന്നത്. നെറ്റി വരെ ഉയർത്തിപ്പിടിക്കുമ്പോ അതാ സംഭവിക്കുന്നത്. സുവിശേഷത്തിൽ ആരാണോ സംസാരിക്കുന്നത് അയാളാണ് ഇനി സംസാരിക്കാൻ പോകുന്നതെന്ന്. അത് അങ്ങനെ അങ്ങ് തലേ കയറിയാലുണ്ടല്ലോ, അടുത്ത കുറി സുവിശേഷം അച്ഛൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ ബോധം കിട്ടു വീഴുന്ന എനിക്ക് തോന്നുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. ആരാ പറഞ്ഞത്? വചനമാ സംസാരിച്ചത്.
3 വിശിഷ്ടമായ സമാധാനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് ആ 3 സമാധാനങ്ങൾ? ഒന്നാമത്തേത് വചനത്തിന്റെ സമാധാനം, രണ്ടാമത്തേത് ബലിപീഠത്തിൽ നിന്നുള്ള സമാധാനം, മൂന്നാമത്തേത് ദിവ്യകാരുണ്യത്തിന്റെ ഭോജനത്തിന് തൊട്ടു മുമ്പുള്ള സമാധാനം. തമ്പുരാൻ കർത്താവ് പറയാ, സമാധാനം നിന്നോടുകൂടെ, പീസ് ബി വിത്ത് യു. നർസായി ഈ സമാധാനം നമ്മോടുകൂടെ എന്ന് പറയുന്നത് വിങ്ങിക്കരഞ്ഞോണ്ടല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുകയില്ല. ഞാൻ മരിച്ചു, നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ട്, സമാധാനം നിന്നോടുകൂടെ. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനം നിന്നോടുകൂടെ. ക്രിസ്തുവിന്റെ സമാധാനപരമായ ഈ സമാധാനം നമ്മോടുകൂടെ എന്നുള്ളതിന്റെ ഒരു 100 വാഗ്ദാനങ്ങൾ നിരത്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുക, ഇതെല്ലാം കൂടെ അടങ്ങിയ ഒറ്റ വാക്യമാ കുഞ്ഞെ ഈ പറയുന്നത്, സമാധാനം നിന്നോടുകൂടെ. പരിഭ്രമിക്കണ്ട, ഡോണ്ട് ബി ഡിസ്മൈഡ്, ഐ ആം യുവർ ലോർഡ്, സമാധാനം നിന്നോടുകൂടെ. നിന്റെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടു, സമാധാനം നിന്നോടുകൂടെ. നിനക്ക് പറ്റിയ വചനം ഇതാ പറയാൻ പോകുന്നു, സമാധാനം നിന്നോടുകൂടെ. ഒരു ചെറിയ വാക്കാണ്. ക്രിസ്തു തന്റെ വചനത്തിൽ സന്നിഹിതനാണ്. ദേവാലയത്തിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അവിടുന്ന് തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. മാർപ്പാപ്പ തറപ്പിച്ചു പറയുന്നു 52-ല്, അവിടുന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. വീണ്ടും നമ്മുടെ സുവിശേഷത്തിൽ ആ ഒരു മനോഹരമായ ആംഗ്യത്തിന്റെ അർത്ഥഗാംഭീര്യം എത്രത്തോളം ഉണ്ട്, നമുക്ക് അഭിമാനിക്കേണ്ടുന്ന ഒരു കാര്യം അത്. പിന്നെ ഇതിനകത്തുണ്ടല്ലോ, 34-ല് പിതാവിന്റെ പ്രതിരൂപവും പിതാവിന്റെ മഹത്വത്തിന്റെ തേജസ്സും അവിടുത്തെ പ്രതിരൂപവുമായ മിശിഹായെ മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷപ്പെടുകയും ഇരുളടഞ്ഞ ഞങ്ങളുടെ ബുദ്ധിയെ സുവിശേഷ വെളിച്ചത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്ത നിനക്ക്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഈ സുവിശേഷം വായിക്കുന്നതിന് മുമ്പാ. നീ തന്നെയാ വരുന്നത്. നിനക്ക് ഞങ്ങൾ സ്തുതി തരുന്നു, ആരാധന തരുന്നു, അല്ലേ? 35-ാമത്തെ പേജ് എന്നുള്ളതിനെ പറ്റി പോട്ടെ. പിതാവിലും പുത്രരിലും, പിന്നെ 39-ലെ ഈ കർത്താവിന്റെ സമാധാനം നമുക്ക് തരുമ്പോ, അത് കഴിഞ്ഞിട്ട് തമ്പുരാന്റെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ എല്ലാ ഞായറാഴ്ചയും സുവിശേഷ പ്രസംഗം ഉണ്ട്. അതും നേരത്തെ നമ്മൾ പറഞ്ഞ സുവിശേഷം കേട്ട് സ്വീകരിക്കുന്ന ജനത്തിന് വേണ്ടിയുള്ള കാലവൽക്കരണമാണ്, സാന്ദർഭീകരണമാണ്, സമയവൽക്കരണമാണ്. എന്റെയും നിങ്ങളുടെയും സാഹചര്യങ്ങളിലേക്ക് കേട്ട സുവിശേഷത്തെ മാറ്റിപ്രതിഷ്ഠിക്കാൻ ഉരുക്കി ഒഴിക്കുന്ന മൂശയിലേക്ക് ജീവിതത്തിന്റെ മൂശയിലേക്ക് ഉരുക്കി ഒഴിക്കുന്ന കൊല്ലന്മാരാണ് അവിടെ നിൽക്കുന്നത്. അവര് നമ്മളോട് പറയും എങ്ങനെയാണ് ഈ വചനം കൊണ്ട് നമ്മളെ ഫോം ചെയ്യേണ്ടുന്നത്. അതുകൊണ്ടാണ് ഹോമിലിക്ക് അത്രയേറെ പ്രാധാന്യം സിദ്ധിക്കുന്നത്. വീണ്ടും വചനത്തിന്റെ മേലുള്ള പരിശുദ്ധാത്മ ആവാസവും ഫലദായകത്വവും, വചനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയമാണത്. ആരാധനാക്രമത്തിൽ നിരന്തരമായി പ്രഘോഷിക്കപ്പെടുന്ന ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് സജീവവും പ്രവർത്തനക്ഷമവുമായ വചനമായി നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരുന്നു. ഇതൊരു പ്രോസസ്സാണ്. മിസ്റ്റഗോഗിക്കൽ കാറ്റക്കിസം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. പേടിക്കാനൊന്നുമില്ല, കേട്ട വിഷമം ഉണ്ടാവുമെങ്കിലും. എന്താണ് ഈ മിസ്റ്റഗോഗിക്കൽ കാറ്റക്കിസം എന്ന് ചോദിച്ചാലും, ആരാധനാക്രമത്തിൽ, കുർബാനാക്രമത്തിലൂടെ നമ്മളെ കാറ്റഗൈസ് ചെയ്യുന്നതാണ്. അപ്പോ അതിന്റെ ആ ഒരു സംഗതിയും കൂടിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആരാധനാക്രമത്തിൽ നിരന്തരമായി പ്രഘോഷിക്കപ്പെടുകയാ വചനം. ആ ദൈവവചനം ആരാധനാക്രമത്തിന് ഫലദായകത്വം നൽകുന്ന അതേ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ സജീവവും ഫലപ്രദവുമായ ഒരു വചനമാകുന്നു. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ ആരാധനാക്രമത്തിലുള്ള ദൈവവചനത്തെ പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ഹൃദയത്തിൽ ഫലപ്രദമാക്കുന്നു. അപ്പോ ഈ ദൈവവചനം 2 തലത്തിലാണ് പ്രഘോഷിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത്, അത് മുഴുവൻ സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമത്തേത്, ഓരോ കേൾവിക്കാരന്റെയും
നന്മയ്ക്ക് വേണ്ടിയാണ്. ധ്യാനം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കുക, ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? 1ാം തരം അനുഭവമായിരുന്നു. ഈ അനുഭവം എന്നാണ് ഈ ധ്യാനത്തിന്റെ ഡോസിന്റെ പേര്. ഇങ്ങനെ നല്ല അനുഭവമായിരുന്നു, അല്ല വലിയൊരു അനുഭവം ഇല്ലായിരുന്നു, അങ്ങനെ അനുഭവമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? ധ്യാനം ഗംഭീരമായിരുന്നു. നമ്മുടെ കുഞ്ഞച്ചനും ജോസൂട്ടിയൊക്കെ ഉണ്ടല്ലോ, അവരൊന്ന് കേൾക്കേണ്ടതായിരുന്നു. ഉറപ്പാ. പുള്ളീനെ നമ്മുടെ ഇടവകയിൽ, അല്ലെ കുറച്ച് അങ്ങനെ വ്യക്തിപരമായിട്ടാണ് പറയുക, അല്ലെങ്കിൽ പറയുന്ന പുള്ളീനെ നമ്മുടെ ഇടവകയിൽ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ, ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് അവന്മാരുണ്ട്, യവന്മാർക്ക് നല്ല ഡോസായിരിക്കും പുള്ളിയുടെ. പോയി സാധനം പോയി, ചീറ്റിപ്പോയി. ദൈവവചനത്തിന് 2 മാനങ്ങളേ ഉള്ളൂ. അയൽവക്കംകാരൻ അത് കേൾക്കണമെങ്കിൽ അത് അവന് കൊടുത്തോളും, ദൈവം കൊടുത്തോളും. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയണം, ഞാൻ ഇന്ന കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അഫ്രഷ് പറയാം, കുഴപ്പമില്ലെന്നല്ല അത് പറയണം. അല്ലാതെ ഇത് അവനായിരുന്നു കേൾക്കേണ്ടത്, അവളായിരുന്നു കേൾക്കേണ്ടത്, അവിടെയായിരുന്നു പ്രസംഗിക്കപ്പെടേണ്ടത് അല്ല. ദൈവത്തിന്റെ വചനത്തിന് കേൾക്കപ്പെടുന്ന മുഴുവൻ സമൂഹത്തിന്റെയും നന്മ എന്ന പൊതു ലക്ഷ്യമുണ്ട്. അത് നിവർത്തിക്കാതെ അത് മടങ്ങുകയല്ല കേട്ടോ. നമുക്കറിയാം ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് ഭൂമിയിലേക്ക് വരുന്നതെന്നും അത് തിരികെ പോകാതിരിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയാം. അത് അവിടെ തന്നെ തങ്ങും. മൂടൽമഞ്ഞ് തിരികെ പോകാത്തതുപോലെ, അത് ഇവിടുത്തെ വിത്തുകളെ മുളപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ വിത്തുകളെ അത് മുളപ്പിക്കും. നന്മയുടെ മരങ്ങളെ ആക്കി അതിനെ മാറ്റും. രണ്ടാമത്തേത് സമൂഹത്തെ അത് നേരെയാക്കും. മാത്രമല്ല, രണ്ടാമത്തേത് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും അത് അനുഭവമായി കലാശിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, എന്താണ് ദൈവവചനമെന്ന് ഗ്രഹിക്കാൻ ആരാധനാക്രമത്തിന്റെ അർത്ഥവും മൂല്യവും വിലമതിക്കണം, അത് അനുഭവിക്കണം. ഒരു faith-filled understanding of sacred scriptures must always refer back to liturgy. ഇത് നമ്മൾ ആരും എന്താ പറയുക, അന്യമായി കരുതേണ്ട ഒരു സംഗതി അല്ല. എന്താണ് ദൈവവചനത്തിന് എൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്ന് ഗ്രഹിക്കാൻ വളരെ ഗൗരവതരമായി ആരാധനാക്രമത്തെ സമീപിക്കുക തന്നെ വേണം. അദ്ദേഹം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവവചനം എൻ്റെ ഹൃദയത്തിനകത്ത് വേരോടാൻ തക്കവണ്ണം ആരാധനാക്രമത്തിന്റെ രൂപഭാവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസപ്പെടുന്നത് നമ്മൾ അറിയണം. അത് മംഗലാവാർത്താ കാലത്തില് നമ്മുടെ ഇതിനകത്ത് ഭൂരിഭാഗം പേരും സീറോ മലബാറുകാരനാണല്ലോ. അതുകൊണ്ട് നമ്മുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ മംഗലവാർത്ത കാലത്തിൽ ആരംഭിച്ച് പള്ളിക്കൂദാശയിലേക്ക് അവസാനിക്കുന്ന ആ 9 എണ്ണം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതൊരു ചാക്രികമായി വെച്ചിരിക്കുന്നത്? മംഗലവാർത്തയിൽ നാം ക്രിസ്തുവിന്റെ പിറവിയോടൊത്ത് സഞ്ചരിച്ച്, ധനഹായിൽ അവിടുത്തെ വെളിപ്പെടുത്തലിനെ പറ്റി ധ്യാനിച്ച്, നോമ്പിൽ നമ്മുടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച്, ഉയിർപ്പിൽ അതിനോടുകൂടെ ആഹ്ലാദിച്ച്, ശ്ലീഹായിൽ അവിടുത്തെ ആദിമസഭയോടൊത്ത് നടന്ന്, കൈത്തായിൽ ഫലദായകമായ ആ സഭയുടെ സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ഏലിയ, സ്ലീവ, മൂശ കാലങ്ങളില് രൂപാന്തരീകരണത്തെയും മിശിഹായുടെ 2ാമത്തെ വരവിനെയും സഭയുടെ യുഗാന്ത്യോന്മുഖതയെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, വിശുദ്ധമായ പരിശുദ്ധമായ പള്ളി എന്നത് ക്രിസ്തുവിന്റെ തുടർച്ചയാണ് എന്ന് അനുഭവഭേദ്യമാകുന്ന പള്ളിക്കൂദാശയോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും ആരംഭിക്കുന്നു മംഗലവാർത്ത. ഇതൊരു കാറ്റഗൈസിംഗ് ആണ്. ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നവൻ ഓരോ ജീവിതത്തിന്റെ ഈ പറഞ്ഞ 1 കൊല്ലം കൊണ്ട് ജീവിതത്തിന്റെ ഗതിവിഗതികളിൽ ക്രമാനുഗതമായ ഒരു മാറ്റം സംഭവിച്ചേ തീരൂ. അതിനുവേണ്ടിയാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ രീതി വിശ്വസ്തതാപൂർവം പിന്തുടരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമ്മുടെ പരിശുദ്ധ പിതാവ് പറയുന്നത്. ആരാധനാക്രമത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യങ്ങൾ കൂടി പറയുന്നു. ഒരു ശ്രേണിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിതാണ് സഭയുടെ ഈ
ബോധനശാസ്ത്രം എന്ന പെഡഗോഗി വളരെ ബുദ്ധിപൂർവകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റർജിക്കൽ ഇയറിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എല്ലാ ലിറ്റർജിക്കൽ ഇയറിലെ എല്ലാ കാലങ്ങൾക്കും ഉള്ളത് ഒരൊറ്റ കേന്ദ്ര ബിന്ദുവാണ്. അത് പെസഹ രഹസ്യമാണ്. അത് പള്ളിക്കുദാശ കാലത്തും, നോമ്പ് കാലത്തും, ഉയർപ്പ് കാലത്തും, കൈത്ത കാലത്തും, ഏരിയ കാലത്തും, സ്ലീവ കാലത്തും, മൂശക്കാലത്തും, പള്ളിക്കുദാശ കാലത്തും എല്ലാം ഒരൊറ്റ കാര്യം ആഘോഷിക്കുന്നത്. അത് പെസഹ രഹസ്യമാണ്. ഈ പെസഹ രഹസ്യത്തിന്റെ ഉദാത്തമായ ആവിഷ്കാരണമാണ് ദിവ്യബലിയർപ്പണം. അഥവാ ഇത് രണ്ടും തമ്മില് ഇഴപിരിയാത്തവരം വണ്ണം ഇണചേർന്നിരിക്കുന്നു. ഇനി അതിന്റെ തൊട്ടു പുറകിലായിട്ട് നിൽക്കുന്നു യാമപ്രാർത്ഥനകൾ. ആരാധനാക്രമത്തിന്റെ ആ ഒരു കാര്യത്തിന്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നു യാമപ്രാർത്ഥനകൾ. അത് സഭയോടൊത്ത് സഞ്ചരിക്കുന്ന വിശ്വാസിയുടെ പ്രത്യുത്തരമാണ്. എല്ലാ ദിവസവും ഒരേ യാമപ്രാർത്ഥനയല്ല ചൊല്ലുക. അത് കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾ കാലത്തിനൊത്ത് ഓരോ കാലത്തിലും കൂടി അവൾ നിത്യതയിലേക്ക്, എസ്കറ്റോളജിക്കൽ ഡയമെൻഷനിലേക്ക് അവൾ ചലിച്ചുകൊണ്ടിരിക്കുക. നിത്യതയിലേക്ക് നാഥന്റെ വരവിന് വേണ്ടി, വരവിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതൊക്കെ കഴിഞ്ഞാണല്ലോ, പൂർത്തീകരണത്തിന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രഹസ്യങ്ങളിലും രക്ഷാകര ചരിത്രമാണ് അവൾ പറയുന്നത്. എല്ലാ രഹസ്യങ്ങളിലും അവൾ ഉദ്ഘോഷിക്കുന്നത് രക്ഷാകര ചരിത്രമാണ്. അപ്പോ എന്താണ് ലിറ്റർജി എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. അതിലൂടെ സഞ്ചരിച്ച് നിത്യതയിലേക്കുള്ള പ്രയാണത്തിന് ദൈവവചനത്തിന്റെ വിവിധങ്ങളായ ആവിഷ്കാരങ്ങളാണ് അത്. ഇനി ഇതിനെ അടുത്തത് വിശുദ്ധ ലിഖിതവും കൂദാശകളും എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഇപ്പോ ഏകദേശം 1 മണിക്കൂറായി. ജോസുകുട്ടി ഒന്ന് മുന്നോട്ട് വരാവോ? എന്തെങ്കിലും സംശയം ഈ കാര്യത്തിലുണ്ടോ? ഇല്ലെങ്കിൽ വിശുദ്ധ ലിഖിതവും കൂദാശകളും എന്ന 53-ാമത്തേത് ഞാൻ എടുക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അൺമ്യൂട്ട് ചെയ്യാവുന്ന ഓപ്ഷനിലായിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തുടരുകയാണ്. അതല്ലെങ്കിൽ സെഷൻ കഴിഞ്ഞിട്ടായാലും ചോദിക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ യോണിച്ചാ? വിശുദ്ധ ലിഖിതവും കൂദാശകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. എന്ന് വച്ചാല് അതൊരു പെർഫോമേറ്റീവ് ക്യാരക്ടർ ഓഫ് ദൈവവും, ദൈവത്തിന്റെ വചനം എന്നാണ് ഇതിന്റെ തലക്കെട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായി. ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞപ്പോൾ വലിയൊരു കുഴപ്പമില്ലായിരുന്നു. വിശുദ്ധ ലിഖിതവും കൂദാശകളും എന്നുള്ളതിന്റെ അദ്ദേഹം പറയാൻ പോകുന്ന കാര്യം ഇതാണ്: പെർഫോമേറ്റീവ് ക്യാരക്ടർ, പ്രവർത്തനപരമായ വചനത്തിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വചനത്തിന്റെ സ്വഭാവത്തിന്റെ പ്രവർത്തനപരമായ സ്വഭാവം അത് എങ്ങനെയാണ് കൂദാശയിൽ. വചനത്തിന്റെ ആരാധനാക്രമം കൂദാശ പരികർമ്മത്തിലെ നിർണായക ഘടകമാണ്. നമ്മളത് പറഞ്ഞു വെച്ചു. അടുത്തതായി അദ്ദേഹം പാസ്റ്റോറൽ ആസ്പെക്റ്റിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് വിശ്വാസികൾ ബോധവാന്മാരല്ല. അദ്ദേഹത്തിന്റെ എന്നുള്ളതിനേക്കാൾ ഉപരിയായി നിങ്ങളൊന്ന് അറിയണം, ഇതൊരു പോസ്റ്റ് സിനഡൽ എക്സോർട്ടേഷനാണ്. അപ്പോ മെത്രാന്മാരുടെ അഭിപ്രായങ്ങളും അദ്ദേഹം കണക്കിലെടുത്തിട്ടുണ്ട്. അത് മെത്രാന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രം ഉള്ളത് 62 തൊട്ടിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് മൊത്തം സഭയുടെ ഒരു അഭിപ്രായമല്ല, യഥാർത്ഥത്തിലുള്ള പ്രകാശനമാണ്. വിശ്വാസികൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. വചനത്തിന്റെ ആരാധനാക്രമം കൂദാശ പരികർമ്മത്തിലെ നിർണായക ഘടകമാണ് എന്നതിനെ കുറിച്ച് വിശ്വാസികൾ ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ അത് സഭയിലെ കാർമ്മികന്മാരാൽ നിരന്തരമായി വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വചനവും കൂദാശാപരമായ കർമ്മവും തമ്മിലുള്ള ബന്ധം വചനത്തിന്റെ
പ്രവർത്തനപരമായ സ്വഭാവത്തിലൂടെ, പെർഫോമേറ്റീവ് ക്യാരക്ടറിലൂടെ രക്ഷാകര ചരിത്രത്തിലെ ദൈവിക പ്രവർത്തനത്തിന്റെ ആരാധനാക്രമപരമായ ആവിഷ്കാരമാകുന്നു. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറയാം. വചനവും കൂദാശാപര കർമ്മവും തമ്മിലുള്ള ബന്ധം അതറിയാം. വചനത്തിലൂടെയാണ് കൂദാശകൾ ഉണ്ടാവുന്നതെന്നും വചനമാണ് കൂദാശയുടെ രക്തമായി ജീവനായി പ്രവർത്തിക്കുന്നതെന്നും വചനത്താലാണ് കൂദാശകളാകുന്നതെന്നും നമുക്കറിയാം. വചനത്താലാണത് സാധുവായിരിക്കുന്നതും വചനത്താൽ അത് ബന്ധിതമായിരിക്കുന്നതും വചനബദ്ധമാണെന്നും നമുക്കറിയാം. ഇവ തമ്മിലുള്ള ഈ ബന്ധം വചനത്തിന്റെ പ്രവർത്തനപരമായ സ്വഭാവത്തിലൂടെ, പെർഫോമേറ്റീവ് ക്യാരക്ടറിലൂടെ രക്ഷാകര ചരിത്രത്തിലെ പാസ്കൽ മിസ്റ്ററിയിലെ ദൈവിക പ്രവർത്തനത്തിന്റെ ആരാധനാക്രമമായ ആവിഷ്കാരമാകും. ഇതിനപ്പുറത്തേക്ക് പോകാനില്ല. അതാണ് ഏറ്റവും വലിയ ആവിഷ്കാരം. പിതാപുത്ര പരിശുദ്ധാത്മനാമത്തിലുള്ള സ്നാപനത്തിന്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് നമ്മൾ ബോധം കെട്ടു വീഴും. എന്താ സംശയം? ഇതെന്റെ ശരീരം, ഇതെന്റെ രക്തം എന്ന് അച്ഛൻ പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അതുപോലെ തന്നെ ബ്ലോട്ട് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കാനുള്ള ഒരു ശേഷി നമുക്ക് ആർക്കുമില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അല്ലേ? മലങ്കര സഭ പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടിട്ട് പോകുമ്പോ പാടുന്ന ആ പാട്ട് വല്ലാത്തൊരു ഹൃദയസ്പർശിയല്ലേ? മലങ്കര സഭ മാത്രമല്ലേ, അപ്പസ്തോലിക സഭകൾ, യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും ഒക്കെ അത് പാടാറുണ്ട്. ആരേ മിന്നലുടുത്തവർ നോക്കുകിൽ വിറച്ചിടുന്നു. മാലാഖമാരെ മിന്നൽ ഉടുത്തവർ ആരെ നോക്കുമ്പോഴാണോ വിറയ്ക്കുന്നത്? അവനെ ആദാമിന്റെ മക്കള്, മണ്ണിന്റെ മക്കള് ഭക്ഷിച്ച് മുതാ തൃപ്തരാകുന്നു സന്തോഷത്തോടു കൂടി. എന്റെ കാവൽ മാലാഖ ഞാൻ കുർബാന കൈക്കൊള്ളുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവർക്കും ആലോചിക്കാം. അവൻ എവിടെ നിൽക്കുന്നു, നാം എവിടെ നിൽക്കുന്നു, അത് മനസ്സിലാക്കാനുള്ള ആ ഒരു എന്താ പറയുക കഴിവ് നമുക്ക് ദൈവം തമ്പുരാൻ തരാത്തതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതാണ്, ദൈവം ചെയ്യുന്നതും പറയുന്നതും തമ്മിൽ വേർതിരിവില്ല. ഹെബ്രായ ലേഖനത്തിന്റെ 4:12 അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് സജീവമാണ്, ഊർജ്ജസ്വലമാണ്. എന്താണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യപ്പെട്ടിരിക്കുന്നു. എത്ര അനാർഭാടമായിരിക്കാം, ഒരു പാവപ്പെട്ട വൈദികനായിരിക്കാം, ഒരു പാവപ്പെട്ട മനുഷ്യനായിരിക്കാം, പൊളിഞ്ഞ പള്ളിയായിരിക്കാം, പക്ഷെ അവിടെ നടക്കുന്നത് അത് വചനത്തിന്റെ കൂദാശാപരമായ ആവിഷ്കാരമാണ്. വചനം അതിന്റെ പെർഫോമേറ്റീവ് ക്യാരക്ടർ കാണിച്ചിരിക്കുക. അത്ര ഗംഭീരമാണെന്നാണ് പറയുന്നത്. ചുരുക്കത്തില് രക്ഷാകര ചരിത്രത്തിലും താങ്കളുടെ വ്യക്തി ജീവിതത്തിലും ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ, ദൈവത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലും രക്ഷാകര ചരിത്രത്തിലും എന്താണെന്നും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ബെനഡിക്തോസ് 16 പറയുന്നു, ആരാധനാക്രമത്തിൽ ദൈവവചനത്തിന്റെ പ്രവർത്തന സ്വഭാവം കണ്ടെത്താൻ ദൈവജനം പഠിക്കണം. അത് അത്രമേൽ നമ്മളെ സ്വാധീനിക്കുന്നതാണ് എന്നുള്ളത് അത്ര കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇനി അദ്ദേഹം കുറെ കൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോവുക. ആദ്യം ആരാധനാക്രമം എന്നൊരു പരത്തി പറഞ്ഞുകൊണ്ടുള്ള ഒരു ആമുഖമായിരുന്നു. അടുത്തതായത് സ്പെസിഫിക് ആയിട്ട് പറയുക, ദൈവവചനവും ദിവ്യകാരുണ്യവും. ദൈവവചനവും ദിവ്യകാരുണ്യവും ഇവിടെ കുറെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. ദിവ്യകാരുണ്യം എന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇതിന് രണ്ട് ബന്ധങ്ങൾ, രണ്ട് തലങ്ങളിൽ നിന്നോടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒന്നാമത്തേത്, വചനവും ദിവ്യബലി അർപ്പണവും തമ്മിലുള്ള അഗാധമായ ഐക്യം. വചനം, ദിവ്യബലി അർപ്പണം ഇവ തമ്മിലുള്ള അഗാധമായ ഐക്യം.
രണ്ടാമത്തേത് എമൗസ് സംഭവത്തിന്റെ വെളിച്ചത്തിൽ ഇതൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നത് മോശെ യേശുവിന്റെ ഒരു ടൈപ്പോളജിക്കൽ റിലേഷൻ, മോശയും യേശുവും തമ്മിൽ ഒരു ടൈപ്പോളജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സൂചികോപദേശപര ബന്ധം എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയിൽ മങ്ങിക്കണ്ടു, യേശുവിൽ പൂർത്തീകരിച്ചു. മോശ ദൈവത്തോട് മുഖാഭിമുഖം സംസാരിച്ചു എന്നുള്ളത്, നമുക്ക് ദൈവത്തോട് സംസാരിച്ചു. യേശു പിതാവുമായി സജീവവും ഗാഠവുമായ ബന്ധം പുലർത്തുന്നു. മോശ ദൈവത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു. പിതാവിനെ വെളിപ്പെടുത്തുന്നവനായും പിതാവിന്റെ വാക്കുകൾ സംസാരിക്കുന്നവനായും യേശു വന്നു. മോശയുടെ ഇടപെടലിലൂടെ മന്ന കിട്ടി. ഞാനാകുന്നു ജീവന്റെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മന്നായിൽ എന്ത് സൂചിപ്പിച്ചുവോ അതിന്റെ യഥാർത്ഥ പൂർണ്ണതയിലേക്ക് ക്രിസ്തു നമ്മെ നയിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് തോറ, അല്ലേ? ആ ദൈവം സംസാരിച്ചത് എന്തും ദൈവത്തിന്റെ വചനമാണ്. ആ നിയമം ഒരു വ്യക്തിയായി തീർന്നിരിക്കുന്നു, വ്യക്തിയായി തീർന്നിരിക്കുന്നു. അതാണ് ക്രിസ്തു. നിയമവും പ്രവാചകന്മാരും എല്ലാം എന്തു പറഞ്ഞോ അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക ക്രിസ്തുവില്. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അടുത്തത്, ഈ അന്ന് അപൂർണമായി കണ്ട ദൈവ സാന്നിധ്യം ഇന്ന് പൂർണ്ണമായിരിക്കുകയും അത് മനുഷ്യൻ ആഹാരമായി തീർന്നിരിക്കുകയും ചെയ്യുന്നു. വചനം മാംസമായി. വചനം സ്വാംശീകരിക്കപ്പെടാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയില്ല. നീ എന്ത് ഭുജിക്കുന്നോ അതാണ് നീ. നമ്മള് ഈ ഭാരതീയ വൈദ്യശാസ്ത്രത്തിലൊക്കെ ഗുണത്രയ വിഭാഗ യോഗങ്ങൾ, അത് ഭഗവത്ഗീതയിലും ഉണ്ട്. അത് ആയുർവേദത്തിന്റെയൊക്കെ ഒരു അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നാ. എന്താണോ ഭക്ഷിക്കുന്നത് ആ സ്വഭാവം നമുക്കുണ്ടാവുന്നു. അത്രയേ ഉള്ളൂ. സാത്വികം, രാജസം, താമസം, ത്രിഗുണങ്ങള്, അവയുടെ കലർപ്പുകളുണ്ട്. അതനുസരിച്ചുള്ള ആഹാര രീതിയുണ്ട്, പെരുമാറ്റ രീതിയുണ്ട്. ഇതെല്ലാം 3 തരത്തിൽ. അതൊക്കെ ഏകദേശം എന്താ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അത് പറയുന്നതിൽ ഒരു കേവല സത്യം പറയാൻ വേണ്ടിയാണ് ഞാൻ, അല്ലാതെ അതിനെ ഒന്നും പൂഴ്ത്തി കഴിഞ്ഞാൽ അത് കേമാന്ന് പറയാൻ വേണ്ടിയല്ല. നീ എന്ത് ഭക്ഷിക്കുന്നു അതായിരിക്കും നീ. ഇവിടെയാണ് വചനം മാംസമായി എന്ന് പറയുന്നതും മാംസം ജീവന്റെ അപ്പമായി എന്ന് പറയുന്നതിന്റെയൊക്കെ റെലവൻസ് മനസ്സിലാക്കുന്നത്. നമ്മൾ വിശ്വസിച്ചാ മതിയായിരുന്നല്ലോ, കുമ്പിട്ടാ മതിയായിരുന്നല്ലോ, ആരാധിച്ചാ മതിയായിരുന്നല്ലോ. വേറെ ചില പാവപ്പെട്ട നമുക്ക് സഹതാപത്തോടു കൂടി പറയണം. പാവപ്പെട്ട ചില സഹോദരന്മാര് ഹൃദയത്തിനകത്തുനിന്നുള്ള സഹതാപം കൊണ്ട് താൻ നിറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുക, പാവങ്ങൾ പറയുന്നത് പോലെ ഓർമ്മയാചരിച്ചാ മതിയായിരുന്നല്ലോ, കർത്തൃമേശ ഘോഷിച്ചാ മതിയായിരുന്നല്ലോ. എടുത്ത് ഭക്ഷിക്കാൻ എന്തിനാ പറഞ്ഞേ? എടുത്ത് കുടിക്കാൻ എന്തിനാ പറഞ്ഞേ? കാര്യമുണ്ട്. നീ എന്ത് ഭക്ഷിക്കുന്നോ അതായിരിക്കും നീ. നീ എന്ത് കുടിക്കുന്നോ അതായിരിക്കും നീ. ഈ ഒരു സനാതന സത്യത്തിന്റെ ആവിഷ്കാരമാണ് അവിടെ നടക്കുന്നത്. ദിവ്യകാരുണ്യത്തിന്റെ രഹസ്യം അദ്ദേഹം പറയുന്നത് ഇതാ. ദിവ്യകാരുണ്യത്തിന്റെ രഹസ്യം യഥാർത്ഥമായ മന്നായായിരിക്കുന്ന സ്വർഗത്തിലെ യഥാർത്ഥ അപ്പത്തെ വെളിപ്പെടുത്തുന്നു, അനുഭവവേദ്യമാക്കുന്നു. വേറൊന്നുമില്ല. അനുഭവത്തിന്റെ തലത്തിലേക്ക് വരികയാണ്. നമുക്ക് വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്ക്. അനുഭവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ നിമിഷത്തിലുണ്ടാകുന്ന ഭക്തി മാത്രമല്ല, അതിനെ നിസ്സാരീകരിച്ച് കാണുകയല്ല. അതിനുശേഷം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്ന ചിന്തേരി പണിയുണ്ടെന്നേ. അതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ഈ ഈശോമിശി ലോഗോസ് ആയിരുന്ന വചനമായിരുന്നവൻ മാംസമായതും, ആ മാംസമായപ്പോ പറഞ്ഞു, എന്റെ മാംസം കഴിക്കാതെ എന്റെ രക്തം പാനം ചെയ്യാത്തവന് നിത്യജീവനില്ല. അത് ഓർമ്മയാചരിച്ചാ പോരാ കേട്ടോ. അത് വേറെ എന്ത് ഘോഷിച്ചാലും പോരാ, അത് തന്നെ കഴിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, യേശു പറഞ്ഞു,
വചനം മാംസമാകുന്ന ഈ മാംസം അപ്പമാകുന്ന ഒരു പ്രക്രിയ അനിവാര്യമാണ്, അല്ലേ? അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ആ പ്രത്യേക സമയത്ത് പറയുന്നു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. മാറ്റി പകർത്തി കൊടുത്തു കുടിക്കാനും തിന്നാനും. ഇതാണ് അവിടെ നിന്ന് പറയുന്നത്, മാർപ്പാപ്പ പറയുന്നത്. വചനത്തിന്റെ ശക്തിയാൽ വചനമായവൻ മാംസമാവുകയും മാംസം അപ്പമാവുകയും അപ്പം നമ്മുടെ ജീവിതങ്ങളിൽ സന്നിഹിതമാവുകയും ചെയ്തു. ഇതാണ് ദൈവവചനവും ദിവ്യകാരുണ്യവും തമ്മിലുള്ള ഒന്നാം ബന്ധമെങ്കിൽ, അദ്ദേഹം രണ്ടാം ബന്ധം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു രണ്ട് തലങ്ങളിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത് നിങ്ങൾക്കറിയാവുന്ന ഒരു സംഗതിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ന്റെ 13 മുതൽ 35 വരെയുള്ളത് ഓർമ്മിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാനത് മുഴുവൻ വായിക്കല, വായിച്ചാൽ അതിന് തന്നെ നേരം പോകും. ഇത്രയേ ഉള്ളൂ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്ന് പറഞ്ഞിട്ട് 35 ഇതാണ്. വഴിയിൽ വെച്ച് സംഭവിച്ചു. അപ്പം മുറിക്കുമ്പോൾ അവരവനെ തിരിച്ചറിഞ്ഞതും അവൻ കണ്ടു. അവരും വിവരിച്ചു. ഇതാണ് സംഗതി. അതുകൊണ്ട് ബെനഡിക്ടോസ് 16-ാമൻ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തേത് തകർന്ന പ്രത്യാശകളുടെ തലം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്, തകർന്ന പ്രത്യാശകളുടെ തലം. വിശദീകരണം ആവശ്യമില്ല. രണ്ടാമത്തേത് അവൻ കൂടെ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുമുണ്ട്, പക്ഷെ തിരിച്ചറിയുന്നില്ല. അവര് പറയുന്നുണ്ട്, പിന്നെ അത് ആലോചിക്കുമ്പോൾ പറയുന്നുണ്ട്, അവൻ കൂടെ നടന്നപ്പോഴും സംസാരിച്ചപ്പോഴും നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതുകൂടെ കൂട്ടിച്ചേർത്ത് പറയാം. കൂടെ നടന്നു, സംസാരിച്ചു, ഒത്തിരി സംസാരിച്ചു. വിശുദ്ധ ലിഖിതങ്ങൾ എന്താണ് അവനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഒരു പുതിയ വീക്ഷണത്തിലൂടെ അവർ കണ്ടു. എന്നിട്ടും ഹൃദയം ജ്വലിച്ചിരുന്നു. എന്നിട്ടും കൂടെ നടക്കുന്നത് ആരാന്നുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. എനിക്ക് അവരോട് തോന്നുന്ന അസൂയകളിൽ ഒന്ന്, ഈ മോശെ മുതൽ ഇങ്ങോട്ട് പ്രവാചകന്മാർ തന്നെ കുറിച്ച് സംസാരിച്ചത് അവൻ വിശദീകരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പം അതിലൊന്നു പോലും അവരാരും പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് എഴുതിയിട്ടില്ല, അല്ലേ? പക്ഷേ അവർ സഭയുടെ വിത്തുകളായിരുന്നു. അപ്പൊ സഭയിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സഭ അത് വിശദീകരിക്കുന്നത്. ഒരു സുവിശേഷവും ഗോപ്യമായിരുന്നിട്ടില്ല. സഭയിലൂടെ അത് പ്രകാശിതമായിട്ടുണ്ട്. ഒരു വേള അച്ചടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് സഭയോട് അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഒന്നാമത്തേത് തകർന്ന പ്രത്യാശകളുടെ തലമാണ്. രണ്ടാമത്തേത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഒരു ഉൾക്കാഴ്ചയോടുകൂടി വചനത്തെ സമീപിക്കുന്നു. എന്നിട്ടും അവർക്കങ്ങ് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒത്തിരി ഹൃദയവേദനയോടുകൂടെ കാര്യം പറയട്ടെ. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പ്രഘോഷിക്കപ്പെടുന്ന സഭകളിലൊന്നും ഒക്കെ ഈ അവസ്ഥയുണ്ട്. ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എരിവുള്ള പ്രസംഗങ്ങളുണ്ട്, അഗാധ സ്പർശിയായ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ സ്പർശിക്കുന്ന പ്രാർത്ഥനകളും സ്തോത്രഗീതങ്ങളും ഉണ്ട്. നെക്സ്റ്റ് പ്രോസസ്, അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തപ്പം അവരുടെ കണ്ണ് തുറന്നു. ആരാ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേന്ന് അവര് ചങ്ക് പൊട്ടി തിരിച്ചറിഞ്ഞു. അവരുടെ ആഗ്രഹത്തിന്റെ പരമകാഷ്ഠ അവരോടുകൂടെ ഉണ്ട് എന്നുള്ളത് അവരറിഞ്ഞത് ദിവ്യകാരുണ്യത്തിന്റെ സ്വീകരണത്തിലൂടെ. അവന്റെ അപ്പം മുറിച്ച് അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ
സാമീപ്യം, അവന്റെ സാംഗത്യം അവർ തിരിച്ചറിഞ്ഞു. ഇതാണ് പാപ്പ നമ്മളോട് സംസാരിക്കുന്നത്. ഒറ്റ വാക്കേ ഉള്ളൂ, വചനത്തിന്റെ പേമാരി അതിന്റെ അണിയുന്നത്, വചനത്തിന്റെ ആരാധനാക്രമം അതിന്റെ യഥാർത്ഥമായ ഫലപ്രാപ്തിയുടെ മകുടം ചൂടുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. 55-ാമത്തെ ഖണ്ഡിക ഒരു പ്രത്യേകമായ വചനത്തിന്റെ ഏക ഉദ്ദേശം, വചനത്തിന്റെ ഏക ഉദ്ദേശം സഭ വായിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വചനത്തിന്റെ ഓൺലി പേർപ്പസ് എന്താണെന്നുള്ളതാ പറയുന്നത്. അത് പുതിയ ഉടമ്പടിയിലെ ബലിയും കൃപയുടെ വിരുന്നും എന്നത് നമുക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ്. പുതിയ ഉടമ്പടിയിലെ ബലിയും കൃപയുടെ വിരുന്നും പറയാൻ വേണ്ടിയാണ് സഭ ഇത് വായിക്കുകയും പ്രഘോഷിക്കുകയും വചനം സംസാരിക്കുകയും അതിനെ കാലവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, കൃപയുടെ വിരുന്ന്. എല്ലാരും വരേണ്ട വലിയ ആ ഈശോ മിശിഹായുടെ പുതിയ ഉടമ്പടിയിലെ ബലി, അവിടുത്തെ വിരുന്ന്. എനിക്ക് തോന്നുന്നത് ആ വിരുന്നിൽ ഇരിക്കാനുള്ള വിരുന്നിന്റെ വസ്ത്രം തയ്ക്കലല്ലേ അവളുടെ പണി. ഒരുവന് മാത്രം വിരുന്നിന് വസ്ത്രമില്ലായിരുന്നു, ഓർക്കുന്നുണ്ടോ? അവനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളഞ്ഞു. There will be tears and gnashing of teeth. അതുണ്ടാകാതിരിക്കണം. അതിനുവേണ്ടി സഭ അവിശ്രാന്തം വരപ്രസാദത്തിന്റെ വിവാഹ വസ്ത്രം നമുക്ക് വേണ്ടി തച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ വിരുന്നിൽ യോഗ്യനായിരിക്കുവാൻ, അവന്റെ മുമ്പിൽ കൃപയുടെ വസ്ത്രം ഉടുത്തുകൊണ്ടിരിക്കുവാൻ അവൾ വചനത്തിന്റെ പേമാരി കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്, ഒന്നില്ലാതെ നമുക്ക് മറ്റതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ദിവ്യകാരുണ്യമില്ലാതെ വചനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ പറ്റില്ല. വചനമില്ലാതെ ദിവ്യകാരുണ്യത്തിന്റെ അനുഭവം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയില്ല. തമ്മിൽ അത്രമേൽ ഇണചേർന്നിരിക്കുന്നു എന്ന, വചനവും ദിവ്യകാരുണ്യവും അഗാധമായി ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം 55-ൽ പറഞ്ഞു വെക്കുകയാണ്. വിശുദ്ധ ലിഖിതം, അദ്ദേഹത്തിന് എപ്പോഴും അങ്ങനെയുണ്ട്. അത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് പറയുക. വിശുദ്ധ ലിഖിതം ദൈവബലി അർപ്പണത്തെ പ്രകാശിപ്പിക്കുന്നു, വിശദീകരിക്കുന്നു. ദിവ്യബലി അർപ്പണം എന്താണ് എന്ന് വചനം നമ്മോട് സംസാരിക്കുന്നു, അതിനെ പ്രകാശിപ്പിക്കുന്നു, അതിനെ എക്സിബിറ്റ് ചെയ്യുന്നു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കാത്തിടത്തോളം വിശുദ്ധ ലിഖിതങ്ങളെ പറ്റിയുള്ള ധാരണ അപൂർണമാണ്. വിശുദ്ധ ലിഖിതം ഒരു വശത്ത്, പരിശുദ്ധ കർത്താവിന്റെ അപ്പം ഒരു വശത്ത്. ഇവ തമ്മിൽ പരസ്പരം വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നൊന്നിനെ പ്രകാശിപ്പിക്കുന്നു, ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു പോലെയുടെ ഒരു പ്രശ്നം 2-3 തവണ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ദൈവവർഭൂമിയിലെ ഒരു പോലെയുടെ പ്രശ്നം. അതേതാ പോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ലിഖിതത്തിൽ കർത്താവിന്റെ ശരീരം ദൈവവർഭൂമിന്റെ 21 ഒന്ന് എടുത്തു കളയാം. ആ പോലെയാണ് ഇവിടെ നമ്മൾ രണ്ടാമത് വീണ്ടും നിൽക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം, ഈ ദൈവവർഭൂമി എഴുതുന്നതിലും ഇതിലും ഒക്കെ അദ്ദേഹം ഈ ബെനഡിക്ടോസ് 16 ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലെ അദ്ദേഹത്തിന് മാറിയിട്ടില്ല എന്ന് ചുരുക്കം. ദൈവവർഭൂമിന്റെ ദൈവവചനം ദൈവാവിഷ്കാരം എന്നാണ്. ദൈവാവിഷ്കാരം എന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ 21-ാം ഖണ്ഡിക ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധ ലിഖിതങ്ങൾ കർത്താവിന്റെ ശരീരം പോലെ തന്നെ സഭയിൽ ആദരിക്കപ്പെട്ടിരുന്നു. പൂജനീയമായ തിരുശരീര രക്തങ്ങൾ എവിടെ? അടക്കുകയും മറക്കുകയും ചെയ്യാവുന്ന ഈ പുസ്തകം എവിടെ? തർക്കം ഉണ്ടാവാതിരിക്കൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞു പോലെ.
പക്ഷെ ഇവിടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരേ ആരാധനയോടുകൂടെ അല്ലെങ്കിലും അവിടെ വ്യത്യാസപ്പെട്ടു. ഒരേ ഭക്തിയോടുകൂടെയാണ് സഭ ദൈവവചനത്തെയും ദിവ്യകാരുണ്യത്തെയും ആരാധിച്ചിട്ടുള്ളത്. സ്തോത്രം. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ സ്തോത്രം. ഇപ്പൊ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരേ ആരാധനയോടുകൂടെയല്ല, എന്നാൽ ഒരേ ഭക്തിയോടുകൂടെ ദൈവത്തിന്റെ വചനം എന്നത് തെളിയിക്കപ്പെട്ട വെളിച്ചം. ആ വെളിച്ചത്തിലാണ് നമ്മൾ ദിവ്യകാരുണ്യത്തെ കാണുന്നത്. ദിവ്യകാരുണ്യത്തിന്റെ സാധൂകരണം മുഴുവൻ കിടക്കുന്നത് ദൈവവചനത്തിലാണ്. ദൈവവചനത്തിന്റെ ദൈവവചനം വായിക്കുമ്പോഴുള്ള ഹൃദയത്തിന്റെ ജ്വലിക്കലിൽ അവനാണവൻ എന്ന് തിരിച്ചറിയപ്പെടുന്നതും സ്വാംശീകരിക്കപ്പെടുന്നതും ദിവ്യകാരുണ്യത്തിലാണ്. ഇത് രണ്ടും ഒരേ ഭക്തിയോടുകൂടെ നാം സ്തുതിക്കുന്നു. എന്നാൽ ഈ കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ ആരാധിക്കുന്നത് പോലെ നാം ഒരു ബൈബിൾ വെച്ച് ആരാധിക്കുക. തിരുശരീര രക്തങ്ങൾ എന്ന് പറയുന്നത് വലിയ ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ആരാധിക്കപ്പെട്ടു എന്നല്ല അവിടെ സൂചിപ്പിക്കുന്നത്, ആദരിക്കപ്പെട്ടു എന്നത് സത്യമാണ്. അടുത്തത്, വിശുദ്ധ ലിഖിതങ്ങളിൽ അവനെ പറ്റി എഴുതിയത് വായിക്കാൻ, പെസഹ രഹസ്യം ആഘോഷിക്കാൻ, കർത്താവിന്റെ സ്മരണ ആഘോഷിക്കാൻ വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളുമാകുന്ന വേദിയാണ് നാം ഉപയോഗിക്കേണ്ടത്. അടുത്തത്, അപ്പോ ഇപ്പൊ നമ്മൾ അവന്റെ വചനവും ദിവ്യകാരുണ്യവും എന്നത് സമാപിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ്: വിശുദ്ധ ലിഖിതങ്ങളിൽ അവനെ പറ്റി എഴുതിയത് വായിക്കാൻ, ആ പെസഹ രഹസ്യം ആഘോഷിക്കാൻ, കർത്താവിന്റെ സ്മരണയുടെ ആഘോഷം നിലനിർത്താൻ, നിത്യജീവനിലേക്ക് നടന്നെടുക്കാൻ വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളുമാകുന്ന അതിന്റെ പരികർമ്മത്തിലൂടെ നടക്കുന്ന വചനത്തിന്റെ എന്താ പറയുക പ്രവർത്തനത്തിലാണ് നാം ഓരോരുത്തരും നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടത്. അടുത്ത ഖണ്ഡിക സാക്രമെന്റാലിറ്റി ഓഫ് ദ വേർഡ് എന്ന് പറയുന്നത് വചനത്തിന്റെ കൗദാശികത. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും ആദ്യം 1965 ദേഫോന്തിബുസ് എന്ന് പറയുന്ന ലീനിയമന്ത ഇൻസ്ട്രുമെന്റ് പോലീസ് ആണോ, ഞാൻ ഓർക്കുന്നില്ല, ആ രേഖയെ ഇടപെട്ട് 35 വയസ്സുള്ള റാറ്റ്സിംഗർ സംസാരിച്ചപ്പോൾ അദ്ദേഹം അവിടെ മുന്നോട്ട് വെച്ച സംഗതി സാക്രമെന്റാലിറ്റിയാണ്, കൗദാശികതയാണ്. വീണ്ടും നമ്മൾ ഈ കൗദാശികതയുടെ പല തലങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ പോയപ്പോൾ ഇതേ വാക്ക് പ്രയോഗിച്ചു. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സാക്രമെന്റാലിറ്റി? കൗദാശികതയുടെ തത്വം എന്താണ്? അത് ഇതിനകത്ത് പറയുന്നില്ല. എന്നാലും അത് നമ്മളൊന്ന് ഓർമ്മിച്ചിട്ട് അപ്പുറത്തേക്ക് കടന്നു പോയാലാണ് എളുപ്പം. 56 പോകുന്നതിന് മുമ്പ് നമുക്ക് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സാക്രമെന്റാലിറ്റി എന്നുള്ളത് നമ്മളൊന്ന് അറിയണം. കൗദാശികത എന്ന് പറഞ്ഞാൽ അതിന്റെ തത്വം എന്താണ്? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ കൺവിക്ഷൻ ദാറ്റ് ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ ഓഫ് ദ വേൾഡ് around us is capable of revealing the intangible, invisible and immaterial presence of God. ഓർക്കുന്നുണ്ടാവും? ഞാൻ ആ പറഞ്ഞ അതേ വാക്യം ഒന്നുകൂടെ പറയാം. സ്പർശ്യവും എന്താ പറയുക, ഗോചരവും ഈ കാലഘട്ടത്തിലുള്ളതുമായ സംഗതികളിലൂടെ അസ്പർശ്യവും അദൃശ്യവും കാണപ്പെടാൻ സാധിക്കാത്തതുമായ ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവകൃപാവരത്തിന്റെ അടയാളത്തെയാണ്, കടന്നുപോകലിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സാക്രമെന്റാലിറ്റി എന്ന് പറയുന്നത്. നാം ഉപയോഗിക്കുന്നത് ദൃശ്യമായ സ്പർശ്യമായ ഗോതമ്പിന്റെ അപ്പമാണ്. നാം ഉപയോഗിക്കുന്നതാകട്ടെ അതിനെല്ലാത്തിനും ഒരു മെറ്റീരിയൽ ഉണ്ടാവും, ഒരു ഹ്യൂമൻ മെറ്റീരിയൽ ഉണ്ടാവും. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ആ വിശദീകരണമൊക്കെ? അപ്പൊ തന്നെ ആരോ അല്ലെ സാക്രമെന്റോളജിയിൽ നമ്മുടെ പാപ്പ പിന്നെയാകാം പാമ്പളാനി പിതാവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ഇൻ കോൺഫെഷൻ? ഇറ്റ് ഈസ് എ റെപ്പറ്റൻസ്. അപ്പൊ അങ്ങനെ ഓരോന്നിലും ഒരു മെറ്റീരിയൽ വേണം.
ആ മെറ്റീരിയൽ കൂദാശകളിലൂടെ അത് ഇമ്മറ്റീരിയൽ ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരെണ്ണത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അഥവാ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളത് ടാഞ്ചിബിൾ ആയിട്ടുള്ളതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻടാഞ്ചിബിളിന്റെ പ്രസൻസ് നമുക്ക് ഇവിടെ അനുഭവവേദ്യമാവുകയാണ്. വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വർഷിക്കപ്പെടുന്നതോ പ്രസാദപരമാണ്, കഴുകപ്പെടുന്നതോ ഉത്ഭവപാപമാണ്. അപ്പൊ സാക്രമെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വിശദീകരിച്ചതാണ്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് കയറിയവർക്ക് അത് അത്ര ഒരു വേള കേട്ടിട്ടുണ്ടാവില്ല എന്നതിനാൽ മാത്രമാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്. അപ്പൊ വചനത്തിന്റെ കൗദാശികതയെ കുറിച്ചിട്ടാണ് അദ്ദേഹം 56 പറയുന്നത്. പെർഫോമറ്റീവ് ക്യാരക്ടർ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദിസ് വൺ കുർബാന ലീഡ്സ് ടു us to the key point, that is sacramentality. ഇനി ദിവ്യകാരുണ്യത്തിലെ അദ്ദേഹം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാലേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ദിവ്യകാരുണ്യത്തിലെ സൂചകനും സൂചിതവും, ആരാണോ സൂചിപ്പിക്കുന്നത് അയാൾ സൂചകൻ, എന്താണോ സൂചിപ്പിച്ചിരിക്കുന്നത് അത് സൂചിതം, തമ്മിലുള്ള അവിഭാജ്യമായ ഐക്യം, രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്നത് സാധ്യമാകുന്നു. ഇത് മനുഷ്യാവതാരത്തിന്റെ തന്നെ രഹസ്യമാണ്. അഥവാ അത് നേരെ തിരിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്: മനുഷ്യാവതാരത്തിന്റെ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ദിവ്യ കൂദാശകളിലെല്ലാം, വിശേഷിച്ച് ദിവ്യകാരുണ്യത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ആ സൂചിപ്പിക്കുന്നതിലൂടെ, ആ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും അതിന് ഉള്ള ആ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതും തമ്മിലുള്ള ഐക്യത്തിലൂടെ നാം യഥാർത്ഥത്തിൽ എന്താണോ സൂചിപ്പിക്കപ്പെടുന്നത് അത് അനുഭവവേദ്യമാകുന്നു. വീണ്ടും അദ്ദേഹം അതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുക. വചനം മാംസമായി, മാംസം അപ്പമായി നമുക്ക് നൽകപ്പെടുന്നു. അതിൻ്റെ ഉള്ളിൽ വരും ബാക്കി എല്ലാ കാര്യങ്ങളും. മനുഷ്യന്റെ കർമ്മങ്ങളിലൂടെയും വാക്കുകളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവത്തിന്റെ ലോഗോസ്, ദൈവവചനം വിശ്വാസത്താൽ ദർശിക്കാനും അനുഭവവേദ്യമാകാനും നമുക്ക് കഴിയും. അതാണ് വചനത്തിന്റെ കൗദാശികതയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഉപയോഗിക്കപ്പെടുന്നത് വചനം, മനുഷ്യന്റെ പങ്കാളിത്തം, മനുഷ്യന്റെ പ്രവർത്തികൾ, മനുഷ്യന്റെ കർമ്മങ്ങൾ, മനുഷ്യന്റെ അടയാളങ്ങൾ. എന്താ റിസൾട്ട്? ദൈവത്തിന്റെ വചനം വിശ്വാസത്താൽ നാം ദർശിക്കുന്നു. ഇവിടെയാണ് ഈ ദൈവിക വെളിപാടിന്റെ ഒരു കൗദാശിക സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ ചരിത്രത്തിലേക്ക് ദൈവവചനം വിവിധ കാലഘട്ടങ്ങളിൽ കൂടി കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിറക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം അവന്റെ ജീവിതത്തിൽ സാർത്ഥകമാകുന്നത് വാക്കാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, സബ്സ്റ്റൻസ് ആകുന്ന മാറ്റർ ആകുന്ന ജലം, കാർമികൻ, ആ കൂദാശായുടെ ഓപ്പറേഷൻ, ഇവയിലൂടെ അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന മഹനീയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. മുട്ടുകുത്തി കഴിയുമ്പോൾ, അനുതാപത്തിന്റെ ഇത് ചൊല്ലിക്കഴിയുമ്പോൾ, അനുതപിച്ചു കഴിയുമ്പോൾ, യഥാർത്ഥത്തിൽ അനുതപിച്ചു കഴിയുമ്പോൾ, പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ, അത്രയും കർമ്മങ്ങൾ നടക്കുക. ഒരച്ഛനപ്പുറത്തുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ശിക്ഷിക്കാനൊന്നുമല്ല, ഒരു കാര്യം പറയാൻ വേണ്ടിയാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വചനം ഉപയോഗിക്കുന്നു. പുരോഹിതനാക്കുന്നതും ഇണപിരിയാത്ത ഭാര്യാഭർത്താക്കന്മാരാക്കുന്നതും ഇതേ വചനം ഉപയോഗിച്ച്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. എന്തിനാ അങ്ങനെ പറയുന്നത്? സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ പോരെ? പോരാ, എന്നേക്കും നിലനിൽക്കുന്ന എന്റെ നാമം ഇതാണെന്ന് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബം എന്നേക്കും നിലനിൽക്കാൻ വേണ്ടിയാ, തല്ലിപിരിഞ്ഞു പോകാൻ വേണ്ടിയൊന്നുമല്ല, തലമുറകളോളം നിലനിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് അതേ വാക്യം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയുക. ആ വാക്യത്തിന്റെ ശക്തി ഇങ്ങ് വരട്ടുന്നേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങളെ അനുഗ്രഹിച്ച ദൈവം വചനം ജീവിതത്തിനകത്തേക്ക് അനുഗ്രഹമായിട്ട് വരികയാണ്. ഈ വചനം
ദാനത്താൽ നൽകപ്പെടുന്ന ഈ വചനം വിശ്വാസത്താൽ സ്വീകരിക്കുന്നവരോട് സംസാരിക്കുന്നു. വിശ്വാസത്താൽ സ്വീകരിക്കുന്നവനോട് അത് സംസാരിക്കുന്നു, അവനെ രൂപഭേദപ്പെടുത്തുന്നു. അൾത്താരയിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, അൾത്താരയിൽ ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ സ്വീകരിക്കുന്നു. അങ്ങനെ വചനത്തിന്റെ കൗദാശികത മനസ്സിലാക്കുന്നു. അർപ്പണ സമയത്തെ ദൈവവചന പ്രഘോഷണം ക്രിസ്തു സന്നിഹിതനാണ് എന്ന ബോധ്യം നമുക്കുണ്ടാക്കുന്നു. അവിടത്തേക്ക് സംസാരിക്കാനുണ്ട് എന്ന് നമുക്ക് ആഴമേറിയ വിധത്തിൽ മനസ്സിലാക്കുന്നു. എല്ലാം അവിടെയുണ്ട്. ഒരു ദിവ്യകാരുണ്യ അർപ്പണത്തിൽ അവന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് തരുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നമ്മളെ ശാക്തീകരിക്കുന്നുണ്ട്. ശാക്തീകരിക്കണം എന്നുള്ള വാക്ക് തെറ്റ, അതുകൊണ്ട് ശക്തിക്കപ്പെടുത്തുന്നുണ്ട്, നമ്മളെ പറഞ്ഞയക്കുന്നുണ്ട്. നിങ്ങൾ പോയി എന്ന് പറഞ്ഞുകൊണ്ട് സകല ജാതികളോട് സുവിശേഷം ഘോഷിക്കാൻ അവന്റെ സമാധാനം നമുക്ക് തരുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട്. വിശ്വാസത്താൽ സ്വീകരിക്കുന്നവന് അത് യഥാർത്ഥമായ ആനന്ദത്തിന്റെ ഉറവിടം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ രക്തം പാനം ചെയ്യുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ല എന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:53 എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ദിവ്യകാരുണ്യ രഹസ്യത്തോട് ബന്ധപ്പെടുത്തി നിത്യജീവനെ സമീപിക്കണം. ദിവ്യകാരുണ്യ രഹസ്യത്തോട് ബന്ധപ്പെടുത്തി നിത്യജീവനെ സമീപിക്കണം. എങ്കിലും അടുത്തത് അദ്ദേഹം പറയുന്നത്, ഒറ്റയടിക്ക് അങ്ങോട്ട് നമുക്ക് ദഹിക്കണം എന്ന് നിർബന്ധമില്ല. ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ അവിടുത്തെ വചനമാണ്. നമ്മൾ എന്നീ പറയുന്നെന്ന് ചോദിക്കും, ഇതല്ലേ ദൈവത്തിന്റെ വചനം? അല്ല, ഇതല്ലേ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ? ഏത്? ഈ അപ്പവും ഈ ഈ വീഞ്ഞും ഇതല്ലേ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളായത്? അതെന്നെ. എങ്ങനെയായി? ദൈവത്തിന്റെ വചനം കൊണ്ടായി. ദൈവം സംസാരിച്ച വചനം കൊണ്ടായി. അപ്പോ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളാക്കി മാറ്റിയ ഘടകം എന്താണ്? ദൈവത്തിന്റെ വചനം. ഇവിടെ വിശുദ്ധ ജെറോമിനെ അദ്ദേഹം കൂട്ടുപിടിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരേ ഭക്തിയോടുകൂടെയാണ് സമീപിക്കുന്നതെന്ന്. അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. വിശുദ്ധ ജെറോം സാക്ഷിയായിട്ട് അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ജെറോം ചോദിച്ച ചോദ്യം, ഒരു തരി ദിവ്യകാരുണ്യം നിലത്തെങ്ങാനും വീണാല് നമ്മൾ എത്രമേൽ ഭക്തിയോടുകൂടെ അത് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കും? ശരിയല്ലേ? നമുക്കറിയാം, വിശദീകരിക്കണ്ട. എന്നാല് അദ്ദേഹം ചോദിക്കുന്നു, പ്രഘോഷിക്കപ്പെടുന്ന വചനം ഒരു ശകലം കേൾക്കാതിരുന്നാല് അത്രയും ദണ്ണം ഉണ്ടാകാറില്ലല്ലോ. അത്രയും പോയിട്ട് അതിന്റെ 1000-ലൊന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ നന്നായി പോയേനെ. അതെന്നേലും ആട്ടെ, നമുക്ക് ഇതങ്ങ് കൂടാം. ഒരേ ഭക്തിയോടുകൂടെയാണ്, നവമായ ഒരു ആത്മചൈതന്യത്തോടു കൂടെ സുവിശേഷത്തെ തൊടാൻ ഒരു വേള നമുക്കിത് ഇത് ഒരു വേളയല്ല, ഇത് കെൽപ്പ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ അനുഭവമായിട്ട് ഇരിക്കട്ടെ, ഒരേ ഭക്തിയോടുകൂടെ. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ പൗരസ്ത്യ സഭകളുടെ അഭിമാനപൂർവമായ ചില പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുക. മറ്റൊരു പൗരസ്ത്യ സഭയിൽ, നമ്മുടെ കേരളത്തിലുള്ള നിലവിലുള്ളതല്ല, ഒരു സഭയിൽ ദേവാലയ പ്രവേശനത്തിന് മുമ്പ് സുവിശേഷത്തെ അതിന്റെ പല കർമ്മങ്ങളിൽ ഒന്നാണ് സുവിശേഷത്തെ ചുംബിച്ച ശേഷമാണ് അകത്തേക്ക് കയറുക. ദിവ്യകാരുണ്യത്തിന് പങ്കെടുക്കുന്നവൻ സുവിശേഷത്തെ ആരാധനാസൂചകമായി ഭക്ത്യാദരപൂർവ്വം ചുംബിച്ചതിന് ശേഷമാണ് അകത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ, ഇതൊന്നും പുതിയ കാര്യങ്ങളല്ലെന്നും നൂറ്റാണ്ടുകളായി ഏതോ കാലം തൊട്ട് തന്നെ, ക്രിസ്തുവിന്റെ സഭയുടെ ആദിമകാലം തൊട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ സഭ നടപ്പിൽ വരുത്തിയിരുന്നു എന്നുള്ളതും നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അടുത്തൊരു ചെറിയ ഒരു 1-2 കാര്യങ്ങൾ, അത്ര വലിയ ഗഹനമൊന്നും അല്ലാത്ത 1-2 സംഗതികൾ കൂടെ പറഞ്ഞാലോ? ഞാനൊന്ന് ഒരു അഭിപ്രായ വോട്ടെടുപ്പ് പറയുക. ഇപ്പോ സമയം അതോ 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് എമ്പാടും മതി, അത്രയ്ക്ക് ധാരാളം മതി.
ഇതൊക്കെ പറയാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കളയും നിങ്ങൾ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ സംഗതി എന്നാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയെങ്കിൽ ഉടനെ തന്നെ ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല അത് പറയാതെ. കാരണം അത് കുറെ കഴിയുമ്പോൾ നിങ്ങൾ അത് തോണ്ടിയെടുത്തിട്ട് ചോദിക്കും അതെന്റേതായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ അതിന്റെ ഇരട്ടി പറയേണ്ടി വരും. അതിലും ഭേദമാണല്ലോ ആദ്യം തന്നെ പിടിയിരുന്നത്. ഒന്നാമത്തേത് വായനാ സമാഹാരവും വിശുദ്ധ ലിഖിതവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രഘോഷണ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സാധനമുണ്ടല്ലോ. പുതിയല്ല, താരതമ്യേന പുതിയത്. അത് ഈ വായനാ സമാഹാരമാണ്. മറ്റെങ്ങനെയാ വെച്ചാൽ സുവിശേഷത്തിനകത്തുനിന്ന് മൊത്തമുള്ള സുവിശേഷത്തിനകത്തുനിന്ന് നമ്മൾ വായിക്കുന്ന പട്ടിക മാത്രം എടുത്തിട്ട് നമ്മൾ അത് അതിനൊരു സാധനം ഉണ്ടായിരിക്കും, ഒരു ചെറിയൊരു പഞ്ചാംഗം എന്ന് പറയുന്ന സാധനം. ആ പഞ്ചാംഗത്തിൽ നോക്കിയിട്ട് നമ്മൾ ഇന്നത്തെ വായന നമ്മൾ അന്നേരം അടയാളപ്പെടുത്തി പോവുകയായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടേതും സീറോ മലബാർ സഭയിലേതും ഈ ലത്തീൻ സഭയിലേതും അതുപോലെ തന്നെ ഒരൊറ്റ പുസ്തകത്തിനകത്ത് കാലത്തിൻ്റെതനുസരിച്ച് ദിവസങ്ങളുടേതനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ വേണമെന്ന്. മാത്രമല്ല അദ്ദേഹം ഈ ലത്തീൻകാരോട് മാത്രമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലത്തീൻകാർക്ക് മാത്രമല്ല, നമുക്കൊക്കെ ബാധകമാണത്. മറ്റു പല സഭകളും, ക്രിസ്തീയ സഭകളല്ല, ക്രിസ്ത്യനല്ല, കത്തോലിക്ക സഭയല്ലാത്ത മറ്റു സഭകളും ഈ ഒരു ലക്ഷണറിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന്റെ എക്യുമെനിക്കൽ വാല്യൂം കൂടെ നമ്മൾ കണക്കിലെടുക്കണം, അത്രേ അദ്ദേഹം പറയുന്നുള്ളൂ. മാത്രമല്ല ഇതൊന്ന് കാലോചിതമായി പരിഷ്കരിക്കാൻ അദ്ദേഹം ആധികാരികമായി പരിശോധിക്കാൻ സിനഡ് മാർപ്പാപ്പായോട് പറഞ്ഞു. അതായത് ഒന്നുകൂടെ ഒന്ന് മിനുക്കണം എന്നുള്ളത്, അത്രയേ ഉള്ളൂ. ആ ഖണ്ഡിക അത്രയേ ഉള്ളൂ. 58 പറയുന്നത് വാചന പ്രഘോഷണവും വായനക്കാരന്റെ ശുശ്രൂഷയും. അതെനിക്ക് ഒന്ന് കേട്ടപ്പോ എനിക്കൊരു ആശ്വാസമായി. ഇതൊക്കെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ പിതാവ് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആ പിതാവ് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ തന്നെ മെത്രന്മാർ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പൊ അവർക്കറിയാലോ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം അവരൊക്കെ ഫീഡ് ചെയ്തതനുസരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാം വായനയും രണ്ടാം വായനയും ആത്മായരാണ്. ലത്തീനിൽ നമ്മുടെ റീത്തിലും അല്ലാതെ ഒന്നാം വായനയും രണ്ടാം വായനയും ആത്മായർ എന്നുള്ളതല്ല, അച്ഛന ചിലപ്പോൾ ഒരു സിസ്റ്റർ ആയിരിക്കും. അപ്പൊ ആത്മായനാണോ എന്നൊന്നും ചോദിച്ചേക്കരുത്. എന്തായാലും ശരി, 1ഉം 2ഉം വായനകൾ നമ്മുടെ കുത്തകയാണ്. അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വായിക്കുന്നതിനെ പറ്റി. മതിയായ പരിശീലനം നൽകപ്പെടണം അവർക്ക്, മതിയായ പരിശീലനം. അപ്പൊ നമ്മൾ വിചാരിക്കുമോ ഇത് വായിക്കാൻ ഇപ്പൊ എന്തിനാ പരിശീലനം? അദ്ദേഹം അക്കൗട്ട് പറയുന്നുണ്ട്. ഒന്ന്, ബൈബിളിനോട് ബന്ധപ്പെട്ട പരിശീലനം നൽകണം. രണ്ടാമത്തേത് ആരാധനാക്രമപരമായ പരിശീലനം നൽകണം. മൂന്നാമത്തേത് സാങ്കേതികമായ പരിശീലനം നൽകണം. ഒന്നാമത്തേത് ബൈബിളിനോട് ബന്ധപ്പെട്ട പരിശീലനം കൊടുക്കുന്നത് എന്തിനാണ്? വായനകൾ ഗ്രഹിക്കാനും കേൾവിക്കാരെ വായനകൾ ഗ്രഹിക്കാനും കേട്ട് മനസ്സിലാക്കാനും അനുവാചകർക്ക് അതിന്റെ കേന്ദ്ര അംശം മനസ്സിലാക്കാനും. നിർഭാഗ്യവശാൽ നമ്മുടെ പല ആരാധനാലയങ്ങളിലും ഈ 2 എണ്ണം പിള്ളേരെടുക്കുന്നത് അല്ലേ? പിള്ളേരാ, വലിയ ആൾക്കാരെടുക്കുന്നത് ഉണ്ടാവുമല്ല. നല്ല കാര്യം, അതിന് അതിൻ്റെതായ സാങ്കത്യവും സാധുതയും ഒക്കെ ഉണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ എന്നുള്ളതാണ്. ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതിന് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ വായനയുടെ കുഴപ്പമാണ്. പിള്ളേർക്ക് മതിയായ പരിശീലനം ഇല്ല. അത്ര എളുപ്പത്തിലൊന്നും അതങ്ങനെ പരിശീലിപ്പിക്കപ്പെടാൻ സാധ്യമല്ല. ഇത് തിരുസഭയുടെ നൊമ്പരവാ, അല്ലാതെ എന്റെ ഒരു പറച്ചിലല്ല. ഇത് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. അവനത് കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ഒരിക്കല് ഒരു സുവിശേഷ ഭാഗം എനിക്ക് കിട്ടിയത്, ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ആ വയസ്സ് ഉള്ള ഓരോരുത്തരുടെ അപ്പനായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ. മധുശലേഖനം ജനിപ്പിച്ചു മനസ്സ് 150 വയസ്സായപ്പോ ഇന്നയാളെന്നും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എനിക്ക് കിട്ടിയപ്പോ എന്റെ അടുത്തുള്ള ഞാൻ പോകുന്നിടത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൈ കെട്ടിയിരുന്നിട്ട് ഇങ്ങനെ നോക്കാം, ഉപ്പ വിൽക്കും. അത് വിൽക്കോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ആളുകൾ മതിയായ ശ്രദ്ധ കൊടുത്ത് വായിച്ചാൽ ആളുകൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും.
ഞാൻ അവിടെ നിന്നിട്ട് ഗോഷ്ടി കാണിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ വഴിക്ക് പോകും. കൃത്യമായിട്ട് വായിച്ചാൽ അവർ കേൾക്കും. അതിനുള്ള പരിശീലനം എനിക്ക് കിട്ടിയിരിക്കണം. അത്രേ ഉള്ളൂ. അത് നന്നായിട്ട് വായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചുമതല ഉണ്ടെങ്കിൽ അതിൻ്റെതായ ദൈവാനുഭവം സിദ്ധിക്കുമെന്ന് ചുരുക്കം. ഒന്നാമത്തേത് അതാണ്, ബൈബിളിനോട് ബന്ധപ്പെട്ട ഒരു ഇത് വേണം. രണ്ടാമത്തേത് ആരാധനാക്രമപരമായ പരിശീലനം ലഭിക്കണം. അതിന് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ? എന്താണ് ഈ ആരാധനാക്രമപരമായ അർത്ഥം എന്ന് പറഞ്ഞാല്? വചനത്തിന്റെ ആരാധനാക്രമമായ അർത്ഥവും ഘടനയും അയാൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് ദിവ്യകാരുണ്യ ആരാധനാക്രമത്തോടുള്ള ബന്ധവും മനസ്സിലാക്കിയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവത്തിന്റെ വചനം കയ്യിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗ്യങ്ങള്, ആ നിൽപ്പ്, ആ സംസാരം, ആ പ്രവൃത്തി എല്ലാം ആരാധനയ്ക്ക് ചേർന്നതായിരിക്കണം. ആരാധനാക്രമത്തിന്റെ അന്തസത്ത അതിനുടനീളം പ്രതിഫലിച്ചിരിക്കണം. എടുക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, പറയുന്നത് ദൈവത്തിന്റെ വചനമായി എന്റെ നാവിലൂടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ജനത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ബോധ്യം അവിടെ നിൽക്കുന്നവന് വേണമെന്ന്. അച്ഛന്റെ കാര്യമല്ല പറഞ്ഞത്, ആത്മാവിന്റെ കാര്യമാണ് പറഞ്ഞത്. മൂന്നാമത്തേത്, പരസ്യ വായനയിൽ വൈദഗ്ധ്യം വേണം. പരസ്യ വായനയിൽ വൈദഗ്ധ്യം വേണം. അക്ഷരം തെളിഞ്ഞിരിക്കണം. ക്രമമായി ഖണ്ഡിക തിരിച്ച് വിരാമം, അർദ്ധവിരാമം എല്ലാം പാലിച്ച് വേണം. ഉപകരണ സഹായത്തിന്റെ വൈദഗ്ധ്യം വേണം. ഇതൊക്കെ പറയുന്നത് പാപ്പായെന്ന് വിചാരിക്കണം, നാണക്കേടാ കേട്ടോ. മൈക്ക് ഒരിടത്തും എന്റെ തല ഒരിടത്തും പറ്റുകയില്ലാന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹം സൂചിപ്പിക്കുന്നതാ. ചിലപ്പോ ഉണ്ട് 7 അടി അപ്പുറത്ത് നിന്നോണ്ട് ബൽബൽബ എന്ന് പറയും. കേൾക്കുമ്പോ തന്നെ ജനം ഒന്നാം പാപം പഴിച്ചു കാണും, അവനെ 2 എണ്ണം പറയും. എന്നാ ഇനി പറഞ്ഞോണ്ടിരുന്നേ? രണ്ടാമത് കുത്തും കോമായും ഇല്ല. ഈശോ പറഞ്ഞു, അപ്പൊ തന്നെ ഈ ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞ ഷായേ വരുവുള്ളൂ. അതിനകത്തുള്ള 30% പേര് ചിന്തിക്കുന്ന ഇവൻ എത്ര ദിവസമായി നാക്ക് പിടിച്ചിട്ടുണ്ടാ, ബാക്കി ദൈവത്തിന്റെ വചനമൊക്കെ പെട്ടിങ്ങാ. വിരാമവും അർത്ഥവിരാമവും അല്ലെങ്കിൽ അപ്പോസ്ട്രഫിയും കോമായും ഒക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ അർത്ഥം മാറിപ്പോകും. അത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും കേൾക്കുന്നവന്. ചുരുക്കത്തിൽ അവൻ വിതച്ച ദൈവത്തിന്റെ വചനത്തിനകത്ത് കളയായിരിക്കും കൂടുതൽ. അതുകൊണ്ട് ഒരുപാട് ഒരുങ്ങി വേണം ചെയ്യാൻ. അതാ മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. ഇപ്പൊ അതിനൊരു പുതിയ ഗാംഭീര്യമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അടുത്തത് സുവിശേഷ പ്രസംഗത്തെ കുറിച്ചിട്ട് അതുകൂടെ പറഞ്ഞിട്ട് നമുക്കങ്ങ്, അല്ലെങ്കിൽ വേണ്ട, അതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുക. സുവിശേഷ പ്രസംഗത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അത് പ്രധാനമായും പുരോഹിതരോടാണ് എങ്കിൽ പോലും സുവിശേഷത്തെ ഗൗരവതരമായി എടുക്കുന്ന ഓരോരുത്തർക്കും സാംഗതമായ കുറെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഒരു പല ശ്രേണിയിലെ അംഗങ്ങൾ വിവിധ രീതിയിൽ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നത്. ഒരൊറ്റ പുരോഹിതൻ അല്ലെങ്കിൽ ഡീക്കൻ വിശുദ്ധ ലിഖിതം വായിക്കുന്നു, അതിന്റെ സ്വാംശീകരണമുണ്ട്, അത് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസി അത് കേൾക്കുന്നു, അത് ധ്യാനിക്കുന്നു, അത് വിശ്വസിക്കുന്നു, അത് സ്വാംശീകരിക്കുന്നു. 4 പ്രക്രിയകളാണ്. അതിന് ഉപയുക്തമായ രീതിയിലുള്ള ദൈവവചന പ്രഘോഷണം, അതിന്റെ ലക്ഷ്യം, അത് എപ്രകാരം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തത്. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലോ അതോ ഒക്കെ നമുക്കിപ്പോ ചെയ്യാം. കൂട്ടിച്ചേർക്കൽ ഞാൻ മാത്രമല്ല, ജോസൂട്ടി അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. ഇനി ഇതിൽ പെടാത്ത വേറെ സംശയങ്ങളാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ 50 മുതൽ 58 വരെയുള്ള 9 ഖണ്ഡികകളാണ് എടുത്തത്. ഇത് വളരെ ഇത് ഒന്ന് പറഞ്ഞോട്ടെ, ഇതൊരു 71 വരെയുള്ളത് കുറച്ച്, 71 വരെയുള്ളതൊന്നും ബുദ്ധിമുട്ടില്ല. എന്നാലും ഇനിയുള്ള 1-2 എണ്ണം കൂടി കുറച്ച് ലെങ്തി ഉണ്ടാവും. അത് കഴിയുമ്പോൾ പിന്നെ താരതമ്യേന എളുപ്പം ഉണ്ടാവും. അതുകൊണ്ട്
ഇന്നത്തേതിവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിനും നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒത്തിരി താഴ്മയോടുകൂടെ അവിടുത്തെ ശക്തിയേറിയ മാധ്യസ്ഥത്തിന് മറിയത്തോട് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും വചനം മാംസമാകുന്ന പ്രക്രിയ അവിരാമം അഭുങ്കരം സംഭവിക്കട്ടെ എന്ന് ഞാനും